അൽബർഷയിൽ ഏറ്റവും അടിപൊളി ഒരു പോഡ്കാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നതാണ്. അപ്പം നമ്മൾ ഉള്ളത് എവിടെയാണ്? നമ്മളിപ്പോ ഉള്ളത് ആരുടെ സ്റ്റുഡിയോ ആണ്? അണ്ടർ അറസ്റ്റ് അല്ലേ? അണ്ടർ അറസ്റ്റ് പഠിപ്പിച്ചു തന്നത് ഇന്ന് നമ്മളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്. പോഡ്കാസ്റ്റ് അല്ലേ? അപ്പൊ ഇന്റർവ്യൂ അല്ല, പോഡ്കാസ്റ്റ്. മഞ്ഞപ്പത്രം നിങ്ങൾ അങ്ങനെ പറയുന്നത്? മഞ്ഞപ്പത്രം അല്ലേ? ഞാൻ മഞ്ഞിട്ടെന്ന് പറഞ്ഞു. അത് നിനക്ക് മഞ്ഞ ഗ്ലാസ് വെച്ചോണ്ട് തോന്നുന്നുണ്ടോ? ഗ്ലാസ് മാറ്റി ഗ്ലാസ് വെച്ചാൽ നല്ല. ഓക്കെ, അപ്പൊ എന്താണ് നിങ്ങളെ പറ്റി നിങ്ങളാണ് ചോദ്യം ചോദിക്കുന്നത്? അല്ല, ഞങ്ങൾ പറയട്ടെ. ഇന്നത്തെ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലാ പെർഫ്യൂം ഗലേറിയ. ആക്ച്വലി ഇത് ഞങ്ങളാണ് പറയേണ്ടത്. ഇതൊക്കെ ഞങ്ങളാണ് പറയേണ്ടത്. പ്രൊമോഷൻ പരിപാടി നമ്മുടെ ലാ പെർഫ്യൂം ഗലേറിയ. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലാ പെർഫ്യൂം ഗലേറിയ. എപ്പിസോഡ് നമ്പർ 3. പിന്നെ അണ്ടർ അറസ്റ്റ് പോഡ്കാസ്റ്റ്. ഞാൻ വൃഷാലി. ഞാൻ യാസീൻ. നിങ്ങളെ പരിചയപ്പെടുത്തി. എല്ലാവർക്കും അറിയാം, നൊമാഡിയൻ. അഞ്ചൽ എന്നൊക്കെ കാണിക്കുന്നുണ്ടല്ലോ റീൽ. അത് നിങ്ങൾ പണ്ടാരക്കോണെന്ന് പറഞ്ഞ എന്റെ സ്ഥലമാണ്. അതിനെ കളിയാക്കിയാണ് ഇവർ ചോദിച്ചത്. അഞ്ചൽ എന്ന് പറഞ്ഞ കൊല്ലം അഞ്ചൽ പ്ലേസിലാണ് ഞാൻ. അഞ്ചലില് പണ്ടാരക്കോണം എന്ന സ്ഥലത്താണ് ഞാൻ കൊല്ലത്ത് ഇരവിപുരം എന്ന് പറഞ്ഞൊരു സ്ഥലം. ഇരവിപുരം ചെറിയൊരു ഗ്രാമമാണ്. കൊല്ലമാണ്, ഞങ്ങൾ കൊല്ലമാണ്. അപ്പൊ ഞാൻ ഇവൻ ആദ്യം ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയത്തില്ല കൊല്ലം, എനിക്ക് അറിയത്തില്ലായിരുന്നു. പരിചയപ്പെട്ടത് എങ്ങനെയാണ്? ടെക്സ്റ്റ് ചെയ്താണോ? സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ടെക്സ്റ്റ് ചെയ്തു. ഞാൻ തുടങ്ങുന്ന സമയമല്ല, ഞാൻ 1 വർഷം വ്ളോഗിങ്ങിൽ. ഇതിനു മുന്നേ ഞാൻ നോർമൽ കോണ്ടന്റ് ആയിരുന്നു ചെയ്തോണ്ടിരുന്നത്. ഫോട്ടോസ് എടുത്ത് വന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ബൈക്കിലിരിക്കുന്ന ഫോട്ടോ, എനിക്ക് പാഷനായിരുന്നു, വീഡിയോഗ്രാഫി എഡിറ്റിംഗ് പാഷനായിരുന്നു. എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? പിന്നെ ഞാൻ IT റിക്രൂട്ടർ ആയിരുന്നു. ഞാൻ ആക്ച്വലി HR പ്രൊഫഷനിൽ നിന്നാണ് ഇങ്ങോട്ട്. എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോന്നല്ലേ ഉദ്ദേശിച്ചത്? അല്ല, വീഡിയോ എഡിറ്റിംഗ് പഠിച്ചിട്ടില്ല. സാഹചര്യം കൊണ്ട് ഞാൻ പഠിച്ചതാ, ഒരു പാഷന്റെ പുറത്ത് പഠിച്ചതാ. അപ്പോൾ ആ ഒരു എഡിറ്റിംഗ് ഒക്കെയാണ് ഈ വീഡിയോ വ്ളോഗിങ്ങിൽ കൊണ്ടുവന്നത്, ഒരു യുണീക്ക് കോണ്ടന്റ് കൊണ്ടുവന്നത്. അപ്പം ഞാൻ അങ്ങനെ അർജുൻ ടെക്സ്റ്റ് ചെയ്തു. അപ്പൊ അർജുൻ ആദ്യം ഭയങ്കര ജാടയായിരുന്നു. ഞാൻ അത് അൺസെൻഡ് ചെയ്ത് കളഞ്ഞു. ജാട കാണിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് വില അല്ലേ? ഞാൻ അൺസെൻഡ് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഇവന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇവന്റെ ഒരു ക്യാമറമാൻ, മ്യൂച്വൽ ഫ്രണ്ടാണ്, നീഴൽ എന്ന് പറയും. അവന്റെ ഇൻസ്റ്റാ നെയിമാണ് നീഴൽ. അപ്പൊ അവനെ ടെക്സ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ കമ്പനിയാണ്. അപ്പം പറഞ്ഞാൽ ഓക്കെയാണ്, നിങ്ങൾ കണ്ടന്റ് ചെയ്യും. അവന് ടെക്സ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇവന് ടെക്സ്റ്റ് ചെയ്തു. അവൻ ഇവനോട് പറഞ്ഞു. അപ്പൊ ഇവനെ ടെക്സ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കാം. ഞാൻ ഇവന് കണ്ടിന്യൂസ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മൈൻഡ് ചെയ്യുന്നില്ല, വിളിച്ചെടുക്കത്തില്ല. ഇവൻ ചെയ്യാൻ ഓക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ എന്തോ പിന്നെ എന്റെ വീഡിയോസ് ഒക്കെ കണ്ട് ഇവന് ഇഷ്ടപ്പെട്ടിട്ട് ഇവൻ പറഞ്ഞു എന്നാ നമുക്ക് ചെയ്ത് കളയാം. അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്, ഷവർമയുടെ വീഡിയോ. എന്തിനാ ചാട കാണിച്ചത്? അല്ല, നമ്മളിപ്പോ നമ്മള് കുറച്ചൊരു ഫോളോവേഴ്സ് ഉള്ള ആള് ചെറുതായിട്ടൊരു ജാട കാണിക്കണം. അവൻ 250 ജാടയാണ്. അത് അന്ന് അത് തന്നെയാണുള്ളൂ. കൂടിയില്ല. ഇത് കഴിഞ്ഞ് കൂടും കേട്ടോ. ഞങ്ങളുടെ ഇത് കഴിഞ്ഞ് എല്ലാവർക്കും വെച്ചടി കയറ്റും. നിങ്ങൾക്കും കൂടണം, നമുക്കും കൂടണം. എനിക്ക് കഴിഞ്ഞിട്ട് കുറയുന്ന പേടി. പരിപാടി ഞാൻ അങ്ങനെ ഞാൻ ടെക്സ്റ്റ് ചെയ്തു. ഇവൻ ഓക്കെ പറഞ്ഞു. കുറെ 1 മാസത്തോളം ഇവന്റെ പുറകെ നടന്നു. പക്ഷെ അതിനു മുന്നേ ഞാൻ ടെക്സ്റ്റ് ചെയ്ത് വേറെ കുറച്ച് സെലിബ്രിറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇവരെല്ലാം റിജക്ട് ചെയ്തു. അതിലെനിക്ക് ഫസ്റ്റ് പറഞ്ഞു സുബിനോളജി എന്ന് പറഞ്ഞൊരു അറിയാം. സുബിനോളജിയാണ് ഫസ്റ്റ് എനിക്ക് റിപ്ലൈ തന്നതും നമ്മൾ ചെയ്യാന്ന് പറഞ്ഞതും. ഫസ്റ്റ് പുള്ളിയായിട്ടാ ചെയ്യുന്നത്. അതൊക്കെ കണ്ടിട്ട് ഇവനും ഇഷ്ടപ്പെട്ടു. അപ്പം പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. അങ്ങനെ കണ്ടിട്ടല്ല, ഞാൻ സത്യം പറഞ്ഞ ഇവിടെ ദുബായിൽ ഇപ്പൊ എല്ലാവരും വ്ളോഗേഴ്സ് ആണ്. എല്ലാവർക്കും ഫോൺ ഉണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ എടുത്ത് ഇടുവാണ്. അപ്പം നമുക്ക് അതിൽ മിനിമം ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ ഇനി അങ്ങോട്ട് നിലനിന്ന് പോകൂ എന്നൊരു സംഭവം ഉണ്ട്. അതിപ്പോൾ ഇൻസ്റ്റാഗ്രാം അങ്ങനെ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടന്റ് ആയാലും. അപ്പോൾ അതിലെനിക്ക് ഇവനൊരു ഡിഫറെൻ്റ് ആയിട്ട് കൊള്ളാം. ഇവന് ഒരു ലോജിക്കൽ ഒരു സാധനം ഉണ്ട്. അതെനിക്ക് മനസ്സിലായപ്പോഴാണ് ഇവൻ്റെ കൂടെ നമുക്ക് നമ്മളെ കമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും എനിമീസ് ആക്കാൻ പാടില്ല, ഫ്രണ്ട്സ് ആയിട്ട് കൊണ്ടുപോകാം. പക്ഷെ ഞങ്ങൾ ഈ ഇടപെട്ട് കുറച്ചും കൂടെ നമ്മൾ കൂടുതൽ ഒരുമിച്ചല്ലേ. അപ്പം ഒരു കൊല്ലക്കായോ കമ്പനിയായിട്ട്? 1 കൊല്ലം ആയില്ല, ആനിവേഴ്സറി ആയിട്ടില്ല. റീസെന്റ് ആണ് ഒരുപാട് ക്ലോസ് ആയത്. അതായത് ഇപ്പം എന്റെ വീട്ടിൽ വരുന്നുണ്ട്, ഗെയിമിങ്ങിലാണ് കൂടുതൽ വീട്ടിൽ കളിക്കാനാണ്. പിന്നെ ഞങ്ങൾ കൂടുതൽ ആക്ടിവിറ്റീസ് ഇഷ്ടമാണ്. ആ കളിയല്ല കേട്ടോ, ആ കളി കളിക്കാറില്ല. ഞങ്ങൾക്ക് ഗെയിമിങ് ഭയങ്കര ഇഷ്ടമാണ്. ആക്ടിവിറ്റീസ് ലൈക്ക് നമ്മള് കാർട്ടിങ്, ഗോൾഫ്,
ഞാൻ ഈ കഴിഞ്ഞ സെയിം വൈബാണ് ഞങ്ങൾ തമ്മിൽ. അത് നമ്മളിപ്പോൾ കൂടുതലും ഒരാളെ പരിചയപ്പെടുമ്പോഴാണല്ലോ നമുക്ക് അവരുടെ ഒരു കണക്ഷൻ. ക്രിക്കറ്റ് അങ്ങനെ അവനെ ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെയാണ്. ഇവൻ മെസ്സേജ് അയക്കുന്ന മുന്നേ ഇവനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവൻ ഓരോ മാസം വേറെ വേറെ കോലത്തിലാണ്. അതെ അതെ. ഇന്ന് മുടി സ്പൈറലാണെങ്കിൽ നാളെ മുടി വളർത്തിയിട്ടായിരിക്കും. പ്രത്യേകതരം ചിന്താഗതി തന്നെ ഡിഫറെന്റ് ആണ്. അതെ ഭയങ്കര അതെ 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 ബുദ്ധിജീവി എന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ന് കാണുന്ന ആൾക്ക് നാളെ കണ്ട മനസ്സിലാകത്തില്ല. ചേഞ്ച് കൊടുത്ത ചേഞ്ച്. അത് പിന്നെ പലതരം കണ്ണാടി അതെ അതെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതെ. അങ്ങനെ ഞാൻ ടെക്സ്റ്റ് ചെയ്തു, ഓക്കെ പറഞ്ഞു, ഒരു കണ്ടന്റ് ചെയ്തു, സെറ്റായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആഫ്റ്റർ ലോങ് കഴിഞ്ഞിട്ടാണ് അതെ പിന്നെ നമ്മൾ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാം. നമ്മൾ നന്നായിട്ട് ഇപ്പം കണ്ടന്റ് ചെയ്യുന്ന എനിക്ക് ഒരുപാട് പേര് ഒരു കൊളാബറേഷൻ ചെയ്യാമോ, ഈ വീഡിയോ ഒന്ന് കൊളാബറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷെ നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കാത്തതിന് ഒരു റീസൺ ഉണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും നല്ലൊരു സാധനം വേണം. അർജുൻ പറയുന്ന പോലെ ഒരു മൊബൈൽ ഫോണിലെ ക്യാമറയുടെ ആർക്കും വ്ളോഗ് ചെയ്യാം. അതെ പക്ഷെ അതിലല്ല കാര്യം. ആൾക്കാരെ എങ്ങനെ നമ്മൾ എന്റർടൈൻ ചെയ്യുന്നു അവിടെയാണ് കാര്യം. എത്ര ഫുഡ് വ്ളോഗ് ആണെങ്കിലും ഏത് ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും എന്താണെങ്കിലും അല്ല ഏത് പ്രായക്കാരായിട്ട് കാണാൻ പറ്റും. ഇന്നിപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മ ഡിയൻ്റെ വീഡിയോ അയച്ചു കൊടുത്തപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കണ്ടന്റ് എന്നുള്ളത്. ഒബ്വിയസ്ലി ചളിയടി നമ്മുടെ കൺസെപ്റ്റ് തന്നെ. നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ ഷോപ്പ് കഴിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ കോഫി കുടിക്കാൻ പോകുമ്പോൾ ചായ കുടിക്കാൻ പോകുമ്പോൾ നമ്മൾ ചളിയായിട്ട് സംസാരിക്കുന്നു. അതേ കൺസെപ്റ്റ് നമ്മൾ വ്ളോഗിൽ കൊണ്ടുവന്നു. അപ്പോൾ ആൾക്കാർ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങളും അത് തന്നെയാണ് ഈ അണ്ടർ അറസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഫസ്റ്റ് 2 എപ്പിസോഡ് കഴിഞ്ഞായിരുന്നു. അപ്പം ആ കണ്ടിട്ട് ആൾക്കാർ പറയുന്നത് ഇത് നിങ്ങളല്ല ഇതിൽ, അപ്പൊ ലോ ക്ലാസിന്റെ പൾസ് ഓക്കെ നോർമൽ അല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് ബുദ്ധിജീവിനെ പോലെ ഇരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങൾക്ക് ഇത്ര ബുദ്ധിയില്ല, അപ്പൊ നീ ഇതിൽ കുറച്ചോ താഴത്തേക്ക് ഇറങ്ങിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഈ വ്ലോഗ് തൊട്ട് അത് സെറ്റാക്കി നിങ്ങളെ വിളിച്ചപ്പോൾ നമ്മൾ ആദ്യം നോക്കിയ സെറ്റപ്പ് കൊള്ളാം. ഇപ്പം പറഞ്ഞു പ്രൊഡക്ഷൻ ക്വാളിറ്റി ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. യു എൽ ഇല്ലാത്തതും പ്രൊഡക്ഷൻ ക്വാളിറ്റി ആണെങ്കിൽ യു എൽ ഇല്ലാത്ത ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സാധനമുണ്ട്, പക്ഷെ ക്വാളിറ്റി ഐറ്റംസ് പക്ഷെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നല്ല കണ്ടന്റ്. ഫ്ലാഷ് മീഡിയ മലയാളത്തിൽ കുറവാണ് ഈ പോഡ്കാസ്റ്റ് ഇത്രയും ക്വാളിറ്റിയിൽ. അതാണ് നമ്മുടെ മോട്ടോ തന്നെ. അതെ 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 അത് പറഞ്ഞപ്പോഴേ ഇപ്പം പുതിയ എല്ലാ ഫ്ലാഷ് മീഡിയ ഒരുപാട് ഫ്ലിക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പം കേറുന്നുണ്ട്. നല്ല കണ്ടന്റുകളാണ്. നിങ്ങളിങ്ങനെ മറ്റേ സെലിബ്രിറ്റീസിനെ വെച്ച് കൊളാബൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒക്കെ പരിപാടി എങ്ങനെയാണ് ഉണ്ടാവാറ്? കുറച്ച് പേരായിട്ട് സെലിബ്രിറ്റീസിൻ്റെ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പിച്ച് ചെയ്യാണോ ചെയ്യാറ്, അതോ എങ്ങനെയാണ് അതിൻ്റെ ഒരു പരിപാടി ഉണ്ടാവാറ്? എനിക്ക് നമ്മൾ എന്താ മനസ്സിലായില്ല അങ്ങോട്ട് പിച്ച് ചെയ്യാന്ന് വെച്ചാൽ. അതായത് ഇപ്പോൾ സെറീന ചേച്ചിയൊക്കെ ആയിട്ട് കൊളാബ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എങ്ങനെ ആ കണ്ടന്റ് ഫോമാറ്റ് എങ്ങനെയൊക്കെയാണ് അതിലൊരു ഐഡിയ ഒക്കെ പിച്ച് ചെയ്യാറുണ്ടായിരുന്നു? അയ്യോ എന്റെ വീഡിയോ കണ്ടിട്ടാണോ സെറീനയുടെ? സത്യം പറഞ്ഞാൽ നമ്മളൊന്നൊരു ഓണത്തിന് അബുദാബിയിൽ ഒരു ഷൂട്ടിന് പോയത്. അത് കൊളാബല്ല. അപ്പൊ സെറീന ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം സെറീന ഓൾറെഡി കേരളത്തിലെ വലിയൊരു ഫെയിമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ വന്നിട്ടുണ്ടായിരുന്നു. അതെ 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 കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പം അങ്ങനെ വന്നപ്പം സെറീന അപ്പം നമ്മളിങ്ങനെ സംസാരിച്ച ടൈമിൽ അങ്ങനെ ഒരു ഓണം വീഡിയോ ആണ്. അപ്പം നമ്മളിപ്പം നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് ഇപ്പം നമ്മൾ ഇതേപോലത്തെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒബിയസ്ലി നമ്മളവരെ എന്തെങ്കിലും നമുക്കൊരു ഐഡിയ വരും. ഓക്കെ അന്ന് കണ്ടപ്പോഴാണ് എനിക്കറിഞ്ഞൂടാ. ദുബായ് അല്ലേ അറിയുന്നുണ്ടാവും. ചോറ് കഴിച്ചാൽ എക്സ്പ്രഷൻ ഉണ്ടാവും. അല്ല പ്ലാൻഡ് അല്ല. അത് അന്ന് സെറീന അവിടെ ഷൂട്ട് ചെയ്യാൻ വന്നപ്പം നമ്മൾ കണ്ട് അങ്ങനെയാണ് വീഡിയോയിൽ. പക്ഷെ അത് സാധനം വർക്കൗട്ടായി. ഞാൻ സത്യം പറഞ്ഞ കോവിഡിന് മുന്നേ വരെ ഞാൻ നാട്ടിലായിരുന്നു, ബാംഗ്ലൂരായിരുന്നു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെയാണ്. ഞാൻ 2002 ദുബായിൽ വന്നത്. പിന്നെ 12th വരെ ഇവിടെ പഠിച്ചു, എന്നെ മോഡൽ പഠിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു 5 കൊല്ലം ചെന്നൈ, ബോംബെ, ബാംഗ്ലൂർ. ചെന്നൈ കണക്ഷൻ കേട്ടോ. ആണല്ലോ. ചെന്നൈയിൽ എവിടെ പഠിച്ചേ? പഠിച്ചതല്ല, വർക്ക് ചെയ്താ. ഓക്കെ ഞാൻ SRM-ലായിരുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വന്നപ്പോൾ പിന്നെ ഇവിടെ കമ്പനിയിൽ ജോയിൻ ചെയ്തു. എമിറേറ്റ്സ് ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. ജമാൽ സാറിൻ്റെ. അതെ. അപ്പോൾ അവിടെ ജോയിൻ ചെയ്തപ്പം ഇങ്ങനെ ജമാൽ സാറെന്ന് വെച്ചാൽ അന്നോട്ടേ ഭയങ്കര ഓപ്പൺ ആണ്. ഇങ്ങനെ വ്ളോഗേഴ്സിനൊക്കെ അന്നേ ഒന്നുമല്ല, ജസ്റ്റ് ഡിജിറ്റലിൽ വരും, ലീഡ് എടുത്ത് കൊടുക്കും, അവർ വിളിക്കും, കൺവേർട്ട് ചെയ്യും. ആ ഒരു പരിപാടിയാണ്, ഡിജിറ്റലായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് ഒരു ദിവസം ദിൽഷാദ് തീറ്റക്കാരൻ ഇപ്പം അവനെങ്ങനെ വന്നു? ദിൽഷാദ് അറിയില്ലേ? ഞാൻ ഒരു മാസമായിട്ടുള്ള വന്നിട്ട് പേര് മാത്രമേ പറയാറുള്ളൂ. അല്ലല്ല, നിങ്ങളെ അറിയാം. പിന്നെ സുബിനോളജി, ഫുഡ് ബ്ലോഗേഴ്സ്, അങ്ങനെ കുറച്ച് പേരാണ്. അപ്പോൾ അങ്ങനെ ദിൽഷാദിനെ ഞാൻ കണ്ടു. നമ്മളപ്പുറത്തിരുന്നു. അന്ന് എനിക്കറിയില്ല അവൻ വ്ളോഗറാണ്. പിന്നെ അവൻ്റെ ഒരു ദിവസത്തെ ഓരോ സംഭവങ്ങൾ കണ്ട് ഞാൻ ഭയങ്കര ഇൻസ്പയർഡ് ആയി. എന്ന് വെച്ചാൽ ഒരു ദിവസം വിളിക്കുന്നു, റെസ്റ്റോറൻറ്റ് വരെ അവൻ്റെ പുറകെ കിടക്കും, ബ്രോ ഒന്ന് വരുമോ, ഒരു ചെറിയൊരു വീഡിയോ. അന്ന് ഒരു 2021 ആ ഒരു എൻഡ് ഓഫ് 2021 ആ ടൈമിൽ
ബ്രോ ഒന്ന് വരുമോ, ഒരു വീഡിയോ ചെയ്ത് തരുമോ, നമ്മൾ എങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ബിസിയാണ് ചുമ്മാ പറയുന്നേ. അപ്പം അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ അവൻ്റെ വീഡിയോസ് കണ്ട് അവൻ എങ്ങനെയാണ് വ്ളോഗിങ് അപ്രോച്ച് ചെയ്യുന്നത്, അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു ഭയങ്കര വലിയൊരു മാർക്കറ്റാണ്. അതും സ്പെഷ്യലി ദുബായ് പോലത്തെ ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. അപ്പോൾ അവിടെ ഈ വ്ളോഗിങ് ഇപ്പോൾ നാട്ടിലത്തെ വ്ളോഗേഴ്സ് വരെ ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്യാണ്. പക്ഷേ സക്സസ് ആവോ ഇല്ലയോ എന്ന് അത് സെക്കൻഡറി ആണ്. അപ്പം അങ്ങനെ ഒരു സംഭവമാണ്. അപ്പം അങ്ങനെ എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഓക്കെ ഇവനിത് ഇങ്ങനെ ചെയ്യാമെങ്കിൽ എനിക്കത് ബെറ്റർ ആയിട്ട് ചെയ്യാം. അങ്ങനെ ഒരു സംഭവം വന്ന് അങ്ങനെ ഓരോ ആൾക്കാരെ വഴിയിൽ കണ്ടുമുട്ടി. അതുകൊണ്ടാണ് ഫുഡ് തന്നെ ചൂസ് ചെയ്തത്? അതോ സത്യം പറഞ്ഞാൽ ഞാൻ ഫുഡിയാണ് ബേസിക്കലി. പക്ഷേ ഇപ്പം നിങ്ങൾ എൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അവിടെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവൻ്റെ കൂടെ തന്നെ പോയി കഴിഞ്ഞാൽ ഞാൻ അധികം കഴിക്കില്ല. ജസ്റ്റ് ഒരു ബൈറ്റ്, ചെറിയൊരു ബൈറ്റ് കഴിച്ചിട്ടാണ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഫുഡൊക്കെ എന്ത് ചെയ്യും? പാർസൽ? ഫ്രണ്ട്സ് ഉണ്ട്. നമ്മുടെ ബിഹൈൻഡ് ദ സീൻ ഒരുപാട് പിള്ളേരുണ്ട്. അങ്ങനെ കൊണ്ടുപോയി അങ്ങനെയാണ് തുടങ്ങിയത് ബേസിക്കലി. ഫസ്റ്റ് എനിക്കൊന്ന് ഓൺ വോയിസ് കണ്ടന്റ് ഞാനിപ്പോ ജസ്റ്റ് അതെ കോഴിക്കോട് സ്റ്റാർ മാത്രമല്ല കേട്ടോ, കോഴിക്കോട് സാറിന് മുന്നേ ഞാൻ എല്ലാം ചെയ്യും. ഇവൻ പൈസ കൊടുത്ത് എല്ലാം ചെയ്യും. ആൾക്കാർക്ക് വാല്യൂ കിട്ടുന്നുണ്ടോ അത് മതി. ഇപ്പൊ മാറി തുടങ്ങിയിട്ടുണ്ട് ഫുഡിൽ നിന്ന്. അല്ല അതിനെനിക്കൊരു ഉത്തരവുണ്ട്. ഈ ഇപ്പൊ ചിലപ്പോ ഇപ്പൊ നമ്മളൊരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുകയാണ്. അപ്പൊ ഈ മലയാളികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവ് കമന്റ് അടിക്കാൻ കിട്ടില്ല ആൾക്കാരാണ് കേട്ടോ. നമ്മളിവിടെ പറയാണ് കിട്ടില്ല ആൾക്കാരാണ്. ഓക്കെ, അപ്പം നമ്മളൊരു വ്ളോഗർ എന്ന് പറയുമ്പോൾ ഒരു പെയ്ഡ് പ്രൊമോഷനാണെന്ന് ഇവർ അറിയുമ്പോൾ അല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയൊരു ക്രിമിനൽ കുറ്റം ചെയ്ത പോലെയാണ് ഇവരുടെ മനസ്സിൽ. അത് പെയ്ഡ് പ്രൊമോഷൻ, എന്തിനാ നമ്മൾ ഈ വീഡിയോ കാണുന്നത്? അതായത് പ്രശ്നമാണ്, അവരെ മെൻഷൻ ചെയ്ത പ്രശ്നമാണ്. അതെ ഞാൻ പറയുന്നത് എന്താ അതിന്റെ പ്രശ്നം? പെയ്ഡ് പ്രൊമോഷൻ ഓക്കെ ചെയ്തോട്ടെ, ഇപ്പൊ അതിനിപ്പോ എന്താ. ഇപ്പം ഞാൻ കാര്യം പറയട്ടെ, ഇപ്പം നമ്മൾ ചെറിയൊരു ഇപ്പം ഇവനൊരു ചെറിയൊരു ബിസിനസ് തുടങ്ങി, ചെറിയൊരു സാധാരണക്കാരൻ ഇവൻ ഒരു ബിസിനസ് തുടങ്ങി. ഇവരുടെ ബിസിനസ് തുടങ്ങി. ഞാൻ പറഞ്ഞു തരത്തോട്ടെ, സമയം എന്താ. അപ്പം ഇവൻ ബിസിനസ് തുടങ്ങി കഴിഞ്ഞിട്ട് ഇവനിപ്പം അവിടെ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ്, ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ബിസിനസ് തുടങ്ങിയത്. ബിസിനസ് തുടങ്ങി അവിടെ അവൻ ഒരുപാട് ആൾക്കാരെ എംപ്ലോയീസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൻ ഇപ്പം നല്ല ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ഒരാൾ വേണം അത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഓബിയസ്ലി അവൻ അതിനെന്തായാലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. മാർക്കറ്റിംഗ് ഇല്ലെങ്കിൽ സെയിലില്ല. അപ്പം അങ്ങനെ ചെയ്ത് അപ്പം അവിടെ ഒരുപാട് ആൾക്കാർ ഡിപ്പെൻഡൻ്റ് ആണ്. ഇപ്പോൾ ആൾക്കാർ വന്നില്ലെങ്കിൽ അവൻ ഇത്ര അടുത്ത റിസ്ക്. ഇപ്പം ഫസ്റ്റ് അവൻ ജയിലിൽ പോകും, ലോണൊക്കെ എടുത്ത് തിരിച്ചടക്കാതിരിക്കാൻ പറ്റിയ. ഞാൻ പറയാം, രണ്ടാമത് ഇവനെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടാവും. അതെ, അപ്പം ഇവർക്കൊക്കെ നമ്മളൊരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുവാണ്. അതൊരു ഒരു എന്താ പറയുക, ഒരു കോർണർ, ഒരു സ്പോട്ടിൽ ഒരു ഏകാശ്രയം ആൾക്കാർ ടി വിയിൽ പരസ്യം കൊടുക്കുന്നു, പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു. അപ്പൊ അതൊന്നും അല്ലല്ലോ. ഇപ്പൊ സോഷ്യൽ മീഡിയ ആൾക്കാർ ഫസ്റ്റ് വ്ളോഗേഴ്സിനെ വിളിക്കുന്നു. അത്ര നമ്മുടെ കാര്യം നടക്കണ്ടേ? അപ്പൊ നമ്മൾ എന്തെങ്കിലും നമുക്കും ജീവിക്കണ്ടേ. നല്ല പൈസ പഠിക്കുന്നുണ്ട് കേട്ടോ. അല്ല, നമ്മുടെ എഫേർട്സിന് നമ്മളെപ്പോഴും പേ ഔട്ട് വേണം. നല്ല പൈസ പഠിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ എന്തെങ്കിലും തരുന്നുണ്ടോ? എനിക്ക് വലിയ ചെലവൊന്നുമില്ല. മലയാളീസ് അല്ല, പൊതുവെ ആൾക്കാർക്ക് എല്ലാം ഫ്രീ ആയിട്ട് വേണം. ഇപ്പൊ എനിക്കാണെങ്കിലും ഇവനാണെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടിയാൽ എന്ത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റില് ഇപ്പം ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവർ നമ്മുടെ പൈസ മേടിക്കുന്നില്ല, പക്ഷെ നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ കഴിക്കും. സീരിയസ്ലി. പ്രൊമോഷൻ വിളിക്കുന്ന ആൾക്കാർ, ലൈക്ക് ഇപ്പം പ്രൊമോഷൻ വിളിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി വെക്കുന്ന ആൾക്കാരായിരിക്കും. നമുക്ക് അവർക്ക് പൈസ കൊടുക്കാൻ പറ്റത്തില്ല, നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന സാധനമാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഒരിടത്ത് പോയി നോർമലി നമുക്ക് ഓർഗാനിക് കണ്ടന്റ് എടുക്കണം നമ്മുടെ റീച്ചിന് വേണ്ടി, നമ്മൾ ഉറപ്പായിട്ടും പൈസ കൊടുത്തേ കഴിക്കും. മേടിച്ചില്ലെങ്കിൽ നമ്മൾ കൊടുക്കും. പക്ഷേ ഫുഡ് കഴിക്കാൻ വേണ്ടി, അല്ല വ്ളോഗ് എടുക്കാൻ വേണ്ടി ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി. അതെ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അങ്ങനെ എന്തെങ്കിലും, ഓഫ്കോഴ്സ് എല്ലാവരും തുടക്കക്കാരാണല്ലോ. അവിടെ കഴിക്കാൻ വ്ളോഗ് ചെയ്യാം. പക്ഷെ ആ ടൈമിലൊന്നും നമ്മളൊന്നും എസ്റ്റാബ്ലിഷ്ഡ് അല്ല. ആ ടൈമിൽ ഇപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു പ്രാവശ്യം ഇതേപോലൊരു സംഭവം, ഒരു ചെറിയ കട, ചെറിയൊരു കട, അവിടെ ഒരു കഞ്ഞി ഉണ്ടായിരുന്നു, നല്ല കിള്ളം കഞ്ഞി, 6 ദിർഹംസിന്. കഞ്ഞിക്കടയല്ല, 6 ദിർഹംസിന്. ഞാൻ കണ്ട വീഡിയോ, ഹോം സംതിങ്. ഞാൻ കണ്ടു, പഴയ വീഡിയോസ് ഒക്കെ ഇന്നലെ ഇരുന്ന് നോക്കി രാത്രി. അപ്പൊ എന്റെ പേര് അപ്പൊ ഇവന്റെ പേര് കിട്ടിയത്. നീ അത് മാത്രം കണ്ടില്ല, നീ എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ? പുതിയ വീഡിയോസ് കഞ്ഞിയുടെ സംഭവം കണ്ടു. അത് നിങ്ങൾ ഇനി വേറെ വേഷത്തിലോ ഭാവത്തിലോ ആണെന്ന് അറിയില്ലല്ലോ. അല്ല, അതന്നെ ഞാൻ പറഞ്ഞ. അപ്പൊ കഞ്ഞിയുടെ വീഡിയോ, ചെറിയൊരു കഞ്ഞിക്കട, നമ്മളൊന്ന് വേടാ നമുക്കൊന്ന് അവിടെ ഒരു ഷൂട്ട് ചെയ്യാം, നല്ല കഞ്ഞിയാണ്, എന്തായാലും നമുക്ക് പൊളിക്കാന്ന് പറഞ്ഞ് നമ്മള് പോയി. അവർക്ക് തന്നെ അന്ന് വലിയ മതിപ്പൊന്നും ഇല്ല. ചേട്ടാ ഒരു വീഡിയോ എടുത്തോട്ടെ. അപ്പോൾ അവർ പറഞ്ഞു, ബ്രോ നമുക്ക് വീഡിയോ വേണ്ട, നമുക്ക് മുതലാളി സമ്മതിക്കില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു.
അപ്പോൾ ഞാൻ പറഞ്ഞില്ല ബ്രോ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് ചെയ്തു. അപ്പോൾ അവിടെ പോയപ്പം അവരുടെ അടുത്ത് മറ്റേ പ്ലേറ്റ് ഉണ്ടായിരുന്നില്ല, കഞ്ഞി കൊടുക്കുന്ന നോർമൽ ബൗളിലാണ്. അപ്പോൾ ഞാൻ വീഡിയോ നന്നാക്കാൻ വേണ്ടി അപ്പുറത്തൊരു ചട്ടി ഉണ്ടായിരുന്നു, ഞാൻ പോയി നടന്നു പോയി ആ ചട്ടി വാങ്ങിച്ച് വന്ന് ബ്രോ നമുക്ക് ഈ കഞ്ഞി ചട്ടിയിൽ സെർവ് ചെയ്താൽ മതി, ആൾക്കാർക്ക് ചട്ടിയിൽ കൊടുത്താൽ മതി, ഞാൻ പൈസ ഇടാം അങ്ങനെ പറഞ്ഞ് അവനൊരു വീഡിയോ ചെയ്തു. അപ്പോൾ നമ്മളെ വലിയ മതിപ്പില്ല കേട്ടോ. അപ്പോൾ ആ വീഡിയോ ചെയ്ത് നമ്മൾ രണ്ടാമത്തെ ദിവസം അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കേറി കത്തി ആ കടയിൽ അവർക്ക് കിച്ചണിൽ നിൽക്കാൻ, അതെ സ്റ്റാഫിനെ അവർ പിന്നെ അവർ എക്സ്ട്രാ ഹയർ ചെയ്ത് വെച്ചു. പവർ അത്ര ക്യൂ ആയിരുന്നു. കാരണം ആ സൈഡ് പവർ ഓഫ് വ്ലോഗിംഗ്. ആ മറ്റേ റൗണ്ട് അബൌട്ട് തൊട്ട് ഇവിടെ വരെ കഞ്ഞി കുടിക്കാനുള്ള ക്യൂ ആയിരുന്നു. അത് വീഡിയോ അപ്ലോഡ് ചെയ്ത് 10ാമത്തെ മിനിറ്റിൽ. വെറൈറ്റി ഫുഡ് എന്ന അത് അന്ന് അന്നത്തെ കാലം. അതുകൊണ്ടാണ് ഇങ്ങനെ റീച്ച് ആയി വന്നത്. അങ്ങനെ അത് മാത്രമല്ല ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഇപ്പം അനന്തു, ഇപ്പം ഇവിടെ നിഴൽ, അപ്പം അവനൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉള്ള ഒരാളാണ്. അപ്പം അവനെ കണ്ടുമുട്ടിയതിന് ശേഷമാണ് മേ ബി എൻ്റെ ലൈഫ് തന്നെ ചേഞ്ച് ആയത്. മേ ബി അവനില്ലെങ്കിൽ ചിലപ്പോൾ വെറൈറ്റി ഫുഡ് കാണത്തില്ല. ഇല്ല, അവനില്ലെങ്കിൽ വെറൈറ്റി ഫുഡ് ഇല്ല. അതുപോലെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കേട്ടോ സത്യം. ഞാൻ നമുക്ക് ഓരോ ടൈം ലൈൻ അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പം അന്ന് അവനെ കണ്ട് അങ്ങനെ നമ്മളാണ് അങ്ങനെ ഒരുമിച്ചാണ് നമ്മൾ ഗ്രോ ചെയ്ത് വന്നത്. ഇപ്പോൾ അവന് സ്വന്തമായിട്ടൊരു പേജ് ഉണ്ട്, അവനൊരു ഏജൻസി ഉണ്ട്. നമ്മൾ അങ്ങനെയാണ് ഒരു ഇതായിട്ട് വരുന്നത്. എല്ലാവരുടെ സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറഞ്ഞ ഒരു സ്ട്രഗിൾ ആണ് ആക്ച്വലി. ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഇതിപ്പം ഈ പണി ആർക്കും ചെയ്യാം, അതെ ഭയങ്കര ഈസിയാണ്, ആർക്കും ചെയ്യാവുന്നൊരു. പക്ഷേ ഇതിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു മിഡിൽ ഗ്രൗണ്ട് അറിയണം. ഇപ്പം ചിലവർ ഇപ്പം പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാത്തവരുണ്ട്. ഈ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്ന ചിലപ്പം പെയ്ഡ് പ്രൊമോഷൻ അല്ലാത്ത വീഡിയോസൊക്കെ ഭയങ്കര റീച്ച് ആയിരിക്കും. പക്ഷെ നമുക്ക് ഇപ്പോൾ പൈസ തന്ന് പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്ന വീഡിയോസൊക്കെ റീച്ച് കുറവായിരിക്കും. അങ്ങനെയാണ് ഇപ്പം ഇത് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം അതിന് നമുക്ക് തല ഉപയോഗിക്കണം. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെ നമുക്കിത് ഇതായിട്ട് ചെയ്യാം, എങ്ങനെ വാച്ച് ചെയ്യിപ്പിക്കാം. അങ്ങനെയുള്ള സമയങ്ങളിൽ ക്ലയന്റിന്റെ സൈഡിൽ നിന്ന് പ്രഷർ ഉണ്ടാവാറുണ്ടോ? നമുക്ക് ഇതുവരെ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് ചോദിക്കും ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും വ്യൂസ് കിട്ടുമോ, ഇത്രയും ഷെയർ കിട്ടുമോ? ഞാൻ ആരെ ഇൻസ്റ്റാഗ്രാമിന്റെ മാനേജറോ ഇൻസ്റ്റാഗ്രാമിൽ ഇരിക്കുന്ന ആളാണോ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇത്രയും വ്യൂസ് കിട്ടുമോ? കാരണം ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്നലെ വരെ റീച്ച് ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ പറയും ഇന്നലെ വരെ എനിക്ക് റീച്ച് ഉണ്ടായിരുന്നു, നാളെ എന്നു പറയാൻ എനിക്ക് അറിയത്തില്ല. ഇനി വീഡിയോ ഇട്ട് റീച്ച് ആയില്ലെങ്കിൽ ഇതുവരെ എന്തോ ദൈവം സാധിച്ച റീച്ച് ഉണ്ട്, നാളെ റീച്ച് ആയില്ലെങ്കിൽ ഇവരുടെ വായി നമുക്ക് കേൾക്കണം ഉറപ്പായിട്ടും. നിങ്ങൾക്ക് ഇത്രയും പൈസ തന്നെയല്ല എന്തുകൊണ്ട് റീച്ച് ഇല്ല. ഇത് ഭയങ്കര സ്ട്രഗിൾ പരിപാടിയാണ് സത്യം പറഞ്ഞാൽ. ഒരു കണക്കിന് നമ്മൾ വീട്ടിൽ നിന്ന് കോണ്ടന്റ് എഴുതണം, അല്ല ചുമ്മാ പോയി മൈക്ക് എടുത്ത് പറയുന്ന പരിപാടിയല്ല. കോളേജ് വീട്ടിൽ നിന്ന് എഴുതണം, ക്യാമറയുടെ മുന്നിൽ പ്രസന്റ് ചെയ്യണം, അതിന് ക്യാമറ ആംഗിൾ പറഞ്ഞു കൊടുക്കണം. ഇതൊരു പണിയാന്ന് പറഞ്ഞെടുത്താൽ ഈ പരിപാടി നടക്കൂല. പാഷൻ മാത്രല്ല നമുക്ക് ഒരു താല്പര്യം. അതെ, ഇപ്പൊ നമ്മള് അന്നൊരു മറ്റേ എമറാത്തിന്റെ ഒരു കണ്ടന്റ് എടുത്ത് ഓൺ ദ സ്പോട്ടാണ് എമറാത്തിൽ സാധനം കണ്ടന്റ് എടുത്താലോ 100 dirhams. അതെ, രാത്രി പോയി ഇവെല്ലാം കാണും കേട്ടോ. ഇവരെ ഞാൻ ഫോളോ ചെയ്യടാ, ഇവരെ ഞാൻ ഫോളോ ചെയ്യും. പൊളിയാ. ഇവൻ വെൽ പ്രിപ്പയർഡ് ആട്ടോ, ഇവൻ വെൽ പ്രിപ്പയർഡ്. കണ്ടറിയാം മോൻ കണ്ടോ പഴയ കഞ്ഞി വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോ ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ ഇവൻ പൊളിയാ. അല്ല ഞാൻ കണ്ടിട്ട് ഞാൻ പോയി വാങ്ങിച്ചായിരുന്നു വെള്ളം. എന്ന് വീഡിയോ നീ പെട്രോൾ അടിച്ചിട്ട് വാങ്ങിച്ചു. ആ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ എന്റെ വണ്ടിയുള്ള വീഡിയോ എടുത്തെടുത്ത് ഞാൻ അത് പറയുമ്പോഴേ നിങ്ങൾ ഈ ഫിലിം ചെയ്യാൻ പോകുമ്പോ ഇങ്ങനെ ആൾക്കാരൊക്കെ എങ്ങനെയാണ്, അതായത് ഇപ്പോൾ അവിടെ കഴിക്കാൻ വരുന്നവരാവട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരാവട്ടെ, എങ്ങനെയാണ് ആ ഒരു എൻവിയോൺമെന്റ് ഉണ്ടാവാറ്? അവരവിടെ കഴിക്കും, നമ്മുടെ പണി ചെയ്യും. അവരിങ്ങനെ സ്റ്റെയർ ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓഫ് കോഴ്സ് നമ്മൾ തുടങ്ങുന്ന ടൈമൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരുപാട് ആൾക്കാർ നോക്കുമ്പോൾ അയ്യോ ഇവരെ നമ്മളെ പറ്റി എന്താ വിചാരിക്കുക, നമുക്ക് ചമ്മല ഇവരെ മിഡിൽ നടക്കുക എന്നിട്ട് ഇത്രയും ഒരു വലിയ ഇങ്ങനെ ഉറച്ച ശബ്ദത്തിൽ പറയുമ്പം അയ്യോ ഇവരെ നമ്മളെ പറ്റി എന്താ വിചാരിക്കുക. പക്ഷെ എന്താ പറയാ, ദ മോർ യു ഡു നമുക്ക് ആ ഒരു ഇത് അതിലെനിക്ക് മനസ്സിലായ ഒരു സാധനമാണ് ഈ ആൾക്കാരെന്ത് വിചാരിക്കുന്നത് അല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കുന്ന എന്നൊരു സാധനം മനസ്സിലുള്ള ഒരാൾ ഗ്രോ ആവില്ല, അവിടെ തന്നെ നിൽക്കും, ഒരു ഹൈ ലെവലിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അതാണ് അതിന്റെ ഒരു ഇവനൊക്കെ കാണിച്ചു കൊടുന്ന കാണണം. ഒരു കണ്ടന്റ് എടുക്കാൻ പോയാൽ നമ്മൾ കണ്ടന്റ് ബാക്കിൽ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ തന്നെ പരിപാടിയാ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ കാണുന്നുള്ളൂ എല്ലാവരും. സത്യം ഞങ്ങൾക്ക് ബാക്കി കാണുന്നുണ്ട്. നിങ്ങൾ അതിനു വേണ്ടി ഒരു ചാനൽ തുടങ്ങും. നമ്മൾ ഇടാൻ വേണ്ടി ചാനൽ പച്ചക്ക് തെറിവിളിയാ. ഞങ്ങൾ കുറച്ചേരം ഓണം ചാർജ് ആവും. എങ്ങനെയാണ് ചാർജ് ആവുന്നത്? അതിനെന്താണ് എന്റെ രീതി പറയട്ടെ. കണ്ടന്റിന് മുന്നേ ഫസ്റ്റ് എന്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്നൊരു സ്റ്റോറി ഉണ്ട്. അപ്പം ഞാൻ 2018 ഇവിടെ വന്നു, ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമുക്ക് സ്ട്രഗിൾ പീരീഡ് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഞാൻ HR ആയിട്ട് നാട്ടിൽ വർക്ക് ചെയ്തത്, IT റിക്രൂട്ടിംഗ് ആയിരുന്നു. അപ്പം നല്ല ജോലിയൊക്കെ ചെയ്ത് ഇവിടെ വന്നിട്ട് നമുക്ക് സൂഹിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നവർക്ക് നടക്കുന്ന കാര്യമൊന്നുമില്ല. UH ആദ്യം സ്ട്രഗിൾ പീരീഡ് ആണ് എല്ലാവർക്കും ആദ്യത്തെ ഒരു സമയം. അപ്പം അതെല്ലാം കഴിഞ്ഞു കിട്ടിയ ജോലിക്ക് കയറി. ഇപ്പം ഞാൻ എല്ലാവരോടും പറയുകയാണ്,
പഠിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ കിട്ടിയ ജോലി കയറരുത്. കോംപ്രമൈസ് ചെയ്യരുത്. കോംപ്രമൈസ് ചെയ്ത ഒരു കാര്യത്തിലും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പീരീഡ് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും, ഉറപ്പാണ്. അപ്പൊ നമ്മൾ കിട്ടുന്നതിൽ വെച്ച് ഞാൻ കയറി, ഞാൻ അവിടെ പെട്ടുപോയി കുറേ നാൾ വർക്ക് ചെയ്തു. ആക്ച്വലി എന്നെ കമ്പനി ടെർമിനേറ്റ് ചെയ്ത റീസൺ എന്താണെന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി റീസൺ എന്നെ ടെർമിനേറ്റ് ചെയ്തു. അതൊരു ഈഗോ ക്ലാഷ് ആയിരുന്നു. ഈ നെപ്പോ കിഡ് എന്നൊക്കെ പറയുന്ന കണക്ക് എൻ്റെ മുതലാളിക്ക് ഒരു മോൻ ഉണ്ടായിരുന്നു. മുതലാളി മരിച്ചു പോയപ്പം മോൻ കയറി, മോൻ എന്നെ ഒരു 5 days അപ്പം ടെർമിനേറ്റ് ചെയ്തു. ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ? മോനും ഞാനൊരു ഒരു ഒരു സ്റ്റോറി ഉണ്ട്, ക്ലാസ് സ്റ്റോറി ഉണ്ട് ആക്ച്വലി. അതുകൂടെ പറയാൻ പറ്റുമോ? അത് ഒരു സ്റ്റോറിയാണ്, അത് എനിക്ക് കമ്പനി റിവീൽ ചെയ്യാൻ പറ്റില്ല. സ്റ്റോറി ഞാൻ പറയാം. ഞാൻ ആ കമ്പനി കയറിയിട്ട് ഇന്റർവ്യൂ ചെയ്ത് കയറി, പുള്ളി എന്നെ 2ാം ദിവസം വിളിച്ചിട്ട് എൻ്റെ പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കമ്പനിയിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി വേറൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, മുതലാളിയുടെ കമ്പനി വേറൊരു കമ്പനിയാണ്, ഒരു സ്റ്റീൽ ഫാബ്രിക്കേഷൻ കമ്പനിയാണ്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് എന്നെ അവിടെയാണ് അപ്പോയിൻറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളി എന്നെ വിളിച്ചിട്ട് പറയുമായിരുന്നു ഈ കമ്പനിയിലെ കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞു കൊടുക്കണം. അപ്പം നമ്മൾ മെയിൻ ഓപ്പറേഷൻസിൽ വർക്ക് ചെയ്യുന്ന നമുക്ക് കുറേ എല്ലാം അറിയാം, ചെക്ക് എങ്ങനെയാണ്, എല്ലാം ഇൻവോയ്സ് ആണെങ്കിലും എല്ലാം നമുക്കറിയാം. അപ്പം പുള്ളിക്ക് ഇതെല്ലാം അറിയണം. ഞാൻ ഒറ്റ ഇതിൽ നോ പറഞ്ഞു. പുള്ളിക്ക് അന്നോട്ട് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഒരു പുള്ളിയുടെ. കാരണം ഇത് ഓൾറെഡി ഈ കമ്പനിയിലെ ആൾക്കാർക്ക് അറിയാം മോൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന്. ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു സ്റ്റോറി ഉണ്ട്. പോയാൽ നിന്റെ കരിയർ തീരും, ഇല്ലെങ്കിൽ ഇവർ പുള്ളിയോട് താങ്ക്സ് ഉണ്ട്. അതായിരുന്നു എന്റെ ഒരു വഴിത്തിരിവ്, പ്രചോദനം. പിന്നെ എനിക്ക് വേറൊരു കമ്പനി ജോലി കിട്ടിയിട്ടും ഈ പുള്ളി അത് മുടക്കിയിട്ടുണ്ട്. എന്തൊരു ദുഷ്ടന്മാരാണ്. ഇവിടെ മലയാളീസിന്റെ കമ്പനീസിൽ ഭയങ്കര സ്ട്രഗിൾ ആണ് പല ആൾക്കാർക്കും. പക്ഷെ നല്ല ആൾക്കാരുണ്ട്, ആൾക്കാരുണ്ട്. എപ്പോഴും 1000-800 അല്ലെങ്കിൽ 1000 വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം അവരുടെ അവസ്ഥ കൊണ്ടാണ്. ഞാനും അങ്ങനെ വർക്ക് ചെയ്ത ആളാണ്. അങ്ങനെ പിന്നെ വീഡിയോഗ്രാഫി, എഡിറ്റിംഗ് പാഷൻ അതിലോട്ട് മാറി. അതിൽ നിന്ന് മാറി എങ്ങനെ ഒരു ദിവസം എൻ്റെ പാർട്ണറിന്റെ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഒരു വ്ളോഗ് ചെയ്യാൻ പറഞ്ഞു. അപ്പം എനിക്ക് ഈ മുവേല എന്നൊരു സ്ഥലം എനിക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. കാരണം എൻ്റെ അക്കോമഡേഷൻ എല്ലാം മുവേലല്ല. പിന്നെ നമ്മൾ മുവേല കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് മാറി. അപ്പം എനിക്ക് എല്ലാ സ്ഥലം പരിചയമാണ്. ഒരു ഷവർമ ചെയ്തു, അതെങ്ങനെ റീച്ചായി. അടുത്ത ഒരു വീഡിയോ ചെയ്തു അവിടെ തന്നെ. അപ്പം എനിക്ക് ഓരോ പ്ലേസ് അറിയാലോ, മുവേല കൊമേഴ്ഷ്യൽ എനിക്ക് ഫെമിലിയർ ആണ്. അപ്പം എനിക്ക് അറിയാതെ നല്ല സ്പോട്ട്, നല്ല സ്ഥലങ്ങൾ എല്ലാം അറിയാം. ഒരു 3 വീഡിയോ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ പറഞ്ഞു തുടങ്ങി മുവേല കൊമേഴ്ഷ്യൽ ഒരാൾ വന്നിട്ടുണ്ട്. വീഡിയോ തന്നെ ഇവിടെ റെന്റൊക്കെ 20% കൂടി. മുവേല കൊമേഴ്ഷ്യൽ ഒരു സംഭവം ഞാൻ ത്രൂ ആണ് അറിയാത്ത കുറെ പേര് അറിഞ്ഞത്. ഇങ്ങനൊരു സംഭവം ഇവിടെ കുറെ ഫുഡ് സ്പോട്ട് ഉണ്ടെന്നും ആർക്കും അറിയത്തില്ലായിരുന്നു. അല്ല, ഷാർജയിൽ വരുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ലൈക്ക് ഫുഡ് സ്പോട്ട്. മുവേല കൊമേഴ്ഷ്യൽ അഹങ്കാരം കൊണ്ട് പറയല്ല, മുവേല കൊമേഴ്ഷ്യൽ എന്നൊരു സ്ഥലം അറിഞ്ഞത് മോസ്റ്റ്ലി ആൾക്കാർ അറിഞ്ഞത് നൊമാഡിൻ ത്രൂ ആണ്, നൊമാഡിന്റെ വ്ളോഗാണ്. അപ്പം ഞാനത് പിന്നെ അങ്ങ് ശീലമാക്കി തുടങ്ങി. എൻ്റെ സാമ്രാജ്യം ഞാൻ അവിടെ വളർത്തി. അത് എൻ്റെ ഒരു ടാക്ടിക്സ് ആയിരുന്നു. അത് ഞാൻ ആ സ്ഥലം ഇങ്ങനെ ബിൽഡ് ചെയ്ത് ഇപ്പം ആൾക്കാർ എവിടെ കണ്ടാൽ മുവേല കൊമേഴ്ഷ്യൽ ആളല്ലേ. മുവേല ഒരു റോക്കി ബായ് ആണ്. എന്നാണ് അവർ ജോക്കിയിട്ട് പറയാൻ പറ്റത്തില്ല. 2-3 മിനിറ്റ് ഫ്ലോപ്പ് ഉറപ്പായിട്ടും പറയും. മലയാളികളല്ലേ, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. ഈ റീസെന്റ് നമ്മളെ ആൾക്കാർ വന്നിട്ട് ഞാനൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് മറ്റേ സംഭവം, അതായത് എന്തോ നെഗറ്റീവ് കമന്റ് ഇട്ടിട്ട് അതിൽ ഹായ് അയച്ചത്. സംഭവം എന്ന് പറഞ്ഞാൽ പുള്ളി നമ്മുടെ വീഡിയോ ഇവന്റെ വീഡിയോയിൽ വന്നിട്ട് നൈസായിട്ട് കമന്റ് ചെയ്യും. സ്ഥലം പോരാട്ടോ. ആൾക്കാർക്ക് ബോറാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. നമ്മൾ ഇങ്ങനത്തെ മിക്ക കമന്റ് റിയാക്ട് ചെയ്യാറില്ല. കാരണം നമുക്കറിയാം ആൾക്കാരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പക്ഷെ അതിൽ ഞാൻ റിയാക്ട് ചെയ്ത കാരണം എന്താണെന്ന് വെച്ചാൽ മൂപ്പരും ഇതേപോലെ ഒരു ക്രിയേറ്റർ ആവാൻ വേണ്ടി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ മൂപ്പർക്ക് തന്നെ സ്ട്രഗിൾ ശരിക്കും അറിയാം. മൂപ്പര് വന്നിട്ട് ഇങ്ങനെയൊക്കെ കമന്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കണ്ടന്റ് മാറ്റി തുടങ്ങണോ? പുള്ളിയാണോ തീരുമാനിക്കും നമ്മുടെ കണ്ടന്റ് മാറ്റി? നമ്മുടെ അതിന് മുന്നേ വേറെ ടെസ്റ്റ് ഉണ്ട്. എനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു, എന്നെ കൂടെ വിളിക്കാം കേട്ടോ നിങ്ങളുടെ കണ്ടന്റിൽ. ഞാൻ ഓക്കെ കേട്ടോ നിങ്ങളുടെ കണ്ടന്റിൽ ആള്. ഞാൻ എന്ത് ചെയ്തു, ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു. ഇതെല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു. നിങ്ങൾക്ക് അറിയായിരുന്നു ഇത് പണി കിട്ടും. ഇപ്പോഴും പ്രൊഡിക്റ്റ് ആണ് ആരൊക്കെ പണി തരുന്നത്. ഇവരുടെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെക്കും. ഫ്യൂച്ചറിൽ നമുക്ക് അറിയാം ആരൊക്കെ നമ്മളെ പണിയൊന്നും. അപ്പൊ അങ്ങനെ ഫോർകാസ്റ്റിംഗിന്റെ ആളാണ്. നമ്മുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. ഒന്നുമില്ല. അങ്ങനെ വ്ളോഗ് ചെയ്ത് പിന്നെ എനിക്ക് ഒരു ഐഡിയ തോന്നി. പിന്നെ എന്റെ ഒരു എഡിറ്റ് യൂണീക്ക് എഡിറ്റ് ആണ്. അതായത് ഇവന് മാത്രം ചെയ്യപ്പെടുന്ന ചില കട്ട്സ് ഉണ്ട്. എല്ലാം ഞാൻ തന്നെ. എനിക്ക് എഡിറ്റിംഗ് ഭയങ്കര പാഷനാണ്. അപ്പൊ ഞാൻ എന്റെ ആ ഒരു എഡിറ്റ് ഈ ഫുഡ് ബ്ലോഗിലും ഉണ്ടോ. അതായത് ഇപ്പൊ നോർമലി
ഇപ്പോൾ അർജുനൊക്കെ വന്നേ പിന്നെയാണ് ഫുഡ് ബ്ലോഗിന്റെ ഒരു കൺസെപ്റ്റ് മാറിയത്. നോർമലി ആൾക്കാർ എന്തായിരുന്നു, ഗൈസ് ഇവിടെ വരൂ, ഗൈസ് ഇത്രയും ഫുഡുണ്ട്, ഇതൊന്ന് കഴിച്ചു നോക്കൂ, ബീഫ് ഇഷ്ടമല്ലാത്തവർക്ക് മട്ടൺ ഉണ്ട്, മട്ടൺ ഇഷ്ടമല്ലാത്തവർക്ക് ചിക്കൻ ഉണ്ട്, അതായിരുന്നു കൺസെപ്റ്റ്. നിങ്ങളിപ്പോൾ ഒരു സ്പോട്ട് ആരും മറക്കണ്ട, ചാർജ് പോയാലോ. നിങ്ങൾക്കൊരു കടയിൽ പോയി കഴിഞ്ഞാൽ അറ്റ് ടൈം എത്ര ഫുഡ് കഴിക്കാൻ പറ്റും? മാക്സിമം 1-2. നമുക്ക് ഡിഷ് നമുക്ക് ഒരുപാട് ട്രൈ ചെയ്യാൻ പറ്റത്തില്ല. ബ്ലോഗേഴ്സ് എന്ന് വെച്ചാൽ 10 ഡിഷാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ കഴിച്ചു നോക്കി അടിപൊളിയാണ്, ഒരിക്കലും പറയാൻ പറ്റില്ല. ആ ഒരു കൺസെപ്റ്റ് മാറ്റിയാണ് ചിന്തിച്ചിട്ട് 1-2 മാക്സിമം ഫുഡ് പ്രൊമോട്ട് ചെയ്യാം. ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചു നോക്കിയിട്ട് ചെയ്യും കേട്ടോ. അങ്ങനെ ചെയ്ത് ഒരു എഡിറ്റിംഗ് പാറ്റേൺ മാറ്റി, നോൺ ലീനിയർ എഡിറ്റ് ആക്കി. അതായത് ഒരു ചക്ക എന്ന് പറയുമ്പോൾ പിന്നെ അടുത്ത് മാങ്ങയെന്ന് പറഞ്ഞിട്ട് പിന്നെ ചക്ക എന്ന് വരും, ചക്ക പറഞ്ഞിട്ട് പിന്നെ മാങ്ങ വരും. അതൊന്നും റിവീൽ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ട്രേഡ് സീക്രട്ട്. അത് ട്രേഡ് സീക്രട്ട് അല്ലേ? അടുത്ത ആളും ചെയ്യും. നിങ്ങൾ ചെയ്യും. ഇപ്പൊ ആൾക്കാർ ഇൻസ്പയർഡ് ആയിട്ട് പുതിയ വ്ളോഗ് വരുന്നുണ്ട്. നമ്മുടെ തന്നെ കോപ്പി അടിച്ച ആൾക്കാർ വ്ളോഗ് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ കട്ടാണ് മീൻ. ഇപ്പൊ വെറൈറ്റി ഫുഡിയുടെ ആൾക്കാർ ഫസ്റ്റ് പറയുന്നത് ക്വാളിറ്റി, വീഡിയോയുടെ ക്വാളിറ്റി ഭയങ്കര അന്യായ ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഒരു ടീം ഉണ്ട് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഈവൻ ഒരു ടീമുണ്ട്. ടീം എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മള് ഫ്രണ്ട്സ് സർക്കിളാണ്. ഫ്രണ്ട്സ് ആണ്. ആ ഫ്രണ്ട്സ് ടീമായി അവസാനം ടീം വർക്ക് ഉണ്ടെങ്കിലല്ലേ. നിങ്ങൾ ഇത് തന്നെയാണോ അല്ലാണ്ട് എങ്ങനെ വേറെ പരിപാടികൾ? ഞാൻ 2021 ഡിസംബറിൽ എൻ്റെ പണിയെല്ലാം കളഞ്ഞ് ഞാൻ ഇതിൽ ഇറങ്ങിയിരിക്കുകയായിരുന്നു. 3 കൊല്ലമായിട്ട് ഞാനും പണി നിർത്തി. ഇപ്പൊ ഫുൾ ഇതില്ല. ഒരു കഥ പറഞ്ഞ പിന്നെ കേട്ടില്ലേ? നമ്മൾ ഫുൾ ടൈം ആണ്. ഫുൾ ടൈം നടക്കൂല. ഞാനിപ്പോഴും സ്ട്രഗ്ലിങ്ങിലാണ്. ഞാനിപ്പോഴും ബഡ്ഡിങ് സ്റ്റേജിലാണ്. ബഡ്ഡിങ് അല്ല ഇവൻ അത്യാവശ്യം ഇവിടെ നമുക്ക് അറിയാവുന്നതിനേക്കാളും പൈസ വാങ്ങുന്നുണ്ട്. മൊബൈലിൽ സ്ഥലം വാങ്ങിച്ചെന്ന് ഞാൻ അറിഞ്ഞത്. മൊബൈലിൽ എന്റെ ഡ്രീം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൽ എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, എന്റെ ഡ്രീം. കാരണം നമ്മൾ ഗ്രോ ചെയ്ത സ്ഥലം മൊബൈല കൊമേഴ്ഷ്യല്ല. ഇനാഗ്രേഷൻ അജ്മൽ ഖാനെ വിളിക്കാം. അജ്മൽ ഖാനെ വിളിക്കുന്ന പരിചയമുണ്ടോ നിങ്ങൾക്ക്? പിന്നെ അങ്ങനെയാണ് അടുത്ത പോഡ്കാസ്റ്റ് ഞാൻ ഷസാമിനെ വിളിക്കാതിരിക്കുക. കാരണം എനിക്ക് ഷസാം എന്റെ ലൈഫിലൊരു എന്റെ ഗ്രോയിങ് സ്റ്റേജിലൊരു പാർട്ടാണ്. നിങ്ങൾ എങ്ങനെ കമ്പനി ചെയ്തു? സുബിനോടെ ത്രൂ ആണ് ഷസാമിനെ കണക്ട് ആവുന്നത്. അപ്പൊ ഷസാം നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ടന്റ് ഇപ്പം പറഞ്ഞ കണ്ടന്റ് നല്ലതാണ്. അങ്ങനെ ഷസാമായിട്ട് കണക്ട് ആയി. ഷസാം നല്ല ഫ്രണ്ട്ലി ആണ്, നല്ല നമുക്ക് നല്ല ഒരു എന്താ പറയുക, ഒരു ഇൻസ്പയർഡ് വേർഷൻ എന്നൊക്കെ പറയാം. ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. ഭയങ്കര പോസിറ്റീവ്. അല്ല ഈ ഫുഡ് വ്ളോഗിലൊക്കെ ആള് നല്ല ഫുഡ് ചെയ്യണോ എങ്ങനത്തെ ആ പുള്ളി ഏമണ്ട ഫുഡ് ചെയ്യാ. അയ്യോ എന്ത് ഫുഡും. പുള്ളിയുടെ ചേട്ടനുണ്ട് സനു മുഹമ്മദ്, അതിനെയും കാട്ടി ഫുഡി. പുള്ളിയുടെ പേജ് ഉണ്ട്. പുള്ളി ട്രെൻഡിങ് ആണ്. കാർത്തിക് സൂര്യയോടൊപ്പം ഫുഡ് വീഡിയോസ് ചെയ്യണേ ഞാൻ കണ്ടിട്ടുണ്ട്. ഫുഡ് ഡാഡി. ഫുഡ് അടിയാണ്. ഫുഡ് അടി മാറി ഫുഡ് അടി ആയിപ്പോ. അത് എന്തൊക്കെ പേരല്ലേ. ഫുഡ് അടി വിത്ത് കാർത്തിക് സൂര്യ ആയിരുന്നു, അതിപ്പോ ഫുഡ് ഡാഡി കാർത്തിക് സൂര്യ എന്നായി. നല്ല രസമുണ്ട്. അപ്പം ഷസാമും സുബിനോളജിയൊക്കെ എന്റെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ്, ലൈക്ക് വെറൈറ്റി ഫുഡ്. കാരണം നമ്മളെയും കാട്ടി എപ്പോഴും കുറച്ചും കൂടെ ഉയർന്ന ആൾക്കാരോട് ആ ഒരു എന്താ കണക്ട് ചെയ്യുമ്പോഴേ നമ്മൾ ഇവിടെ ഇന്നത്തെ കാലത്ത് ഉയർച്ചയും താഴ്ചയൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും ഒരേപോലെ. പക്ഷെ നല്ല കണ്ടന്റ് എപ്പോഴും നമ്മളെ കാട്ടി ഒരു പടി മുന്നിൽ നിൽക്കുന്ന ആൾക്കാരോട് നമ്മൾ കണക്ട് ആയാലേ നമ്മളും കൂടെ കണക്ട് ആവും. അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതെ അതെ. ഇപ്പം എല്ലാരും അങ്ങനെയാണ്. ഇപ്പൊ ഒരു ടീമായിട്ടാണ്. അതെ അതെ. നമുക്കൊരു കാണാറ്. അത് ഭയങ്കര പോസിറ്റീവ് എനർജി കൊടുക്കാൻ നല്ല ടീമിലും കാര്യമുണ്ട് കേട്ടോ. ഇവൻ പറയുന്ന ഇവന്റെ ടീം എന്ന് പറയാൻ പറ്റത്തില്ല. ഇവന്റെ ഒരു ഫാമിലി പോലെ. ഇവന്റെ ഫ്രണ്ട്സ് എല്ലാം അടിപൊളിയാണ്. ഭയങ്കര കണക്ഷനാണ് ഇവർക്കെല്ലാം. നമ്മുടെ ടീമിലാണെങ്കിലും ഇപ്പം എന്റെ കൂടെ യാസർ എന്ന് പറഞ്ഞൊരു എന്റെ ഫ്രണ്ട് ഉണ്ട്. ഇപ്പൊ ഇല്ല, B60 മുതലാളിയാണ്. B60 ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ട്രെൻഡിങ്ങിൽ വരാൻ പോകുന്നത് കൂടുതൽ പറയൂ. B60 എന്ന് പറയുമ്പോ ഇപ്പം UAE പെട്ടെന്ന് ഗ്രോ ആയ ഒരു ബർഗർ ഷോപ്പാണ്. അതെ കണ്ടിട്ടുണ്ടായിരുന്നു. മറ്റേ ഫ്രൈഡ് ചിക്കന്റെ പോലത്തെ സാധനം അടിയില്. കൊച്ചിനൊന്നും അറിയത്തില്ല. ഒന്നും അറിയില്ല. അയ്യോ അത് വേറല്ലേ. B60 അടിപൊളി. B60 കഴിച്ചോണോ? റീസെന്റ് ഓപ്പൺ ചെയ്ത ചേട്ടൻ വീഡിയോ നൊമാഡിയൻ വീഡിയോ ചെയ്തതല്ലേ? ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇപ്പം ചെയ്തിട്ടില്ല. ഇപ്പൊ റീസെന്റ് അതല്ല, അത് നമ്മൾ ചെയ്ത് വേറൊരു ബ്രാൻഡാ മൊബൈല കൊമേഴ്ഷ്യലിൽ. നമ്മള് ബർഗർ അടിക്കി അത് വേറെ. അത് ഫാറ്റ് ബൺസ്. എല്ലാ പേരും അതൊരു UK ബ്രാൻഡ്. അതൊരു UK ബ്രാൻഡ്. മറ്റേത് പറഞ്ഞു. അപ്പം B60 അപ്പം ഞാൻ B60 വ്ളോഗ് ചെയ്യാൻ പോയപ്പോഴാണ് യാസറിനെ പരിചയപ്പെടുന്നതും. യാസറിന് ഇങ്ങനെ ഇതുപോലെ കോണ്ടന്റ് എല്ലാം ഇഷ്ടമാണ്. അവന് വീഡിയോഗ്രാഫിയും കാര്യങ്ങളും പാഷനാണ്. അപ്പം ആ വേവ് ലെങ്ത് കണക്ട് ചെയ്യപ്പം അവന് ഞങ്ങളുടെ വ്ളോഗിൽ വന്നു. ഇപ്പം ബിസി ആയതുകൊണ്ട് വരുന്നില്ല. ഇപ്പൊ ബർഗർ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പൊട്ടി വരുവാണ്. അതെ അതെ. ഇനി അടുത്തത് മൊബൈല കൊമേഴ്ഷ്യൽ B60 വരുന്നുണ്ട്. ഓരോരുത്തർ കാരണം കണക്ഷനാണ്. അത് നല്ല കണക്ഷൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഗ്രോ ആവും ഉറപ്പായിട്ടും ലൈഫിൽ. ഇപ്പൊ ഇവൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇവനൊരു ബിസിനസ് തുടങ്ങണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞില്ല ചുറ്റുമുള്ള ആൾക്കാരുടെ
ഇപ്പം അവൻ യാസർ ഒരു ഓണ്ടർപ്രണർ ആണ്. അപ്പൊ അവന്റെ ഒരു ഇൻസ്പിറേഷൻ അടിച്ചിട്ടായിരിക്കും അവൻ സബ് കോൺഷ്യസ് മൈൻഡ് കൊടുക്കും. അതന്നെ ആ സംഭവം. പല്ലിന് അല്ല പല്ലിന് ഇപ്പൊ ഞാൻ ഇവനോട് കല്ലിന് പല്ലല്ല കല്ല് ഇവനോട് നിൽക്കുമ്പോൾ എനിക്ക് വെറൈറ്റി ഫുഡിൽ എത്ര ഫോളോവേഴ്സ് വേണം ആ ഒരു മൈൻഡില്ല. ഇവന് കിട്ടുന്നൊരു ഫെയിം ഉണ്ടല്ലോ, ആ ഒരു ഫെയിം എനിക്കും വേണമെന്ന്. ഫോളോവേഴ്സിലൊന്നും ഇപ്പം കാര്യമില്ല കേട്ടോ. നിങ്ങളെ ഫോളോവേഴ്സ് കൗണ്ടൊക്കെ നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യാറോ? അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇല്ലേ? അതോ വ്യൂസ് ആണ്? നിങ്ങൾക്ക് എന്താണ് പ്രധാനം ഇതില്? നമുക്ക് നല്ല കണ്ടന്റ് ആണ് പ്രധാനം. ഫോളോവേഴ്സ് ഒക്കെ എനിക്ക് സെക്കൻഡറി ആണ്. ഇപ്പൊ എനിക്കിപ്പം 10K ഫോളോവേഴ്സ്, ഇപ്പൊ എന്റെ ഫോളോവേഴ്സ് എല്ലാവരും അൺഫോളോ ചെയ്ത് 10K ഫോളോവേഴ്സ് ആണെങ്കിലും എനിക്ക് നല്ല കണ്ടന്റ് ചെയ്താൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇന്നത്തെ കാലത്ത് ഫോളോവേഴ്സിന് നമ്പറേ അല്ല. ഒരുപാട് ആൾക്കാരുണ്ട് 2 മില്യൺ 1 മില്യൺ 3 മില്യൺ ഒക്കെ ഉള്ളത്. അതെ, ലൈക്ക് മാത്രമല്ല, അവരുടെ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ബാലൻസ് വേണം. എന്ത് കോണ്ടന്റ് ചെയ്യണം. ഇപ്പം ഒരു 2 മില്യൺ ദുബായിൽ 2 മില്യൺ ഫോളോവർ ഉള്ള ഒരാളിനേക്കാളും ഒരു 50K ഉള്ള ഒരാൾ ഏൺ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ആണ് ഞാൻ. അതിനൊരു എക്സാമ്പിൾ ആയിരിക്കും ആണോ? ചുമ്മാ ആഗ്രഹമുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ബേസിക് എന്താണ്? മണി, ഹാപ്പിനെസ്, അതൊക്കെയാണ് എല്ലാവർക്കും ഹാപ്പിനെസ്. പൈസ ഉണ്ടെങ്കിൽ റെസ്പെക്ട് ഉള്ളൂ. അതുണ്ടെങ്കിലേ ഉള്ളൂ. വേറെ എന്താണെങ്കിലും അതെനിക്ക് മനസ്സിലായ കാര്യമാണ് ഇതിനകത്ത് വന്നപ്പോൾ. എത്ര വലിയ ആളാണെങ്കിലും. അയ്യോ, കാരണം ഇത്ര നാളും മിണ്ടാത്ത ആൾക്കാർ വരെ നമ്മളോട് സംസാരിച്ചു തുടങ്ങി. ഫെയിം വന്നു കഴിഞ്ഞാൽ നമ്മളെ കൂടെ നിൽക്കാൻ വേണ്ടി കുറേ ആൾക്കാർ വരും. അല്ല, ഫെയിം മാത്രം പോരാ, അതിന്റെ കൂടെ പൈസ വേണം. ആ ഫെയിം നമുക്ക് പൈസയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അറിയണം. അതെ, ഒരുപാട് ഫേമസ് ആയ ആൾക്കാരുണ്ട്, പൈസ ഇല്ലാത്ത ഒരുപാട് ഫേമസ് ആൾക്കാർ. എക്സാമ്പിൾ ആണ് ഇവൻ. ഞാൻ ഇവനെ കണ്ടിപ്പോൾ ഇൻസ്പയർഡ് ആണ്. ഞാൻ ഒരുപാട് സാധനങ്ങൾ, അതായത് ഇവൻ എന്ത് വീഡിയോ ചെയ്യും, സീരിയസ്ലി നല്ല കണ്ടന്റ് എന്ന് പറഞ്ഞു എന്ത് വീഡിയോ ചെയ്യും. എന്ത് വീഡിയോ ചെയ്യുന്ന വെച്ചാൽ ആൾക്കാർക്ക് നല്ല വാല്യൂ ഉള്ള സാധനമാണ്. എന്ത് സാധനം ചെയ്യും. ഇപ്പൊ എനിക്ക് ഈ സൂപ്പർ മാർക്കറ്റ് 1 ദിർഹം ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ ഇപ്പോഴും എന്നെ ചെറുതായിട്ട് ഇൻസ്പയർഡ് ആക്കുന്നുണ്ട്. കാരണം വേറൊരു പേജ് തുടങ്ങിയിട്ട് നല്ല പരിപാടിയാണല്ലോ, പൈസ കിട്ടുമല്ലോ. കാരണം എൻ്റെ ഈ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഫുഡ് മാത്രം ഇടാൻ താല്പര്യമുള്ളൂ. ഫുഡ്, ട്രാവൽ, ഫാഷൻ, ഇതാണ് എനിക്ക് താല്പര്യം. എനിക്ക് അതിൽ കൂടുതൽ ഈ 1 ദിർഹം 2 ദിർഹം പറയാൻ താല്പര്യമില്ല. ഇവന്റെ വ്ളോഗിൽ ആദ്യം കാണുമ്പം ഞാൻ നോക്കുമായിരുന്നു, ഇവൻ എന്തിനാ ഈ 1 ദിർഹം 2 ദിർഹം പറയുന്നത്. പിന്നെ ഈ കുട്ടൻസ് മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അങ്ങനത്തെ കോണ്ടന്റ് ചെയ്യുമ്പം, അതായത് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് പ്രൊമോഷൻസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫുഡ് വീഡിയോ ചെയ്യുന്നതിൻ്റെ അത്രയും എഫേർട്ട് അവിടെ വരുന്നില്ല. അതായത് നമുക്ക് ക്യാമറ പ്രൊഡക്ട്സ് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ഇപ്പം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ, ഇവിടെ ആൾക്കാർക്ക് ഇപ്പോൾ ഈ വീക്കെൻഡ് വന്ന് ഇവിടെ ഷോപ്പ് ചെയ്താൽ അവർക്ക് ഒരുപാട് പൈസ ലാഭിക്കാം. അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് എഫേർട്ട് വരുന്നില്ല. നമുക്കൊരു മാക്സിമം ഒരു 1 hour പരിപാടി തീർത്തിട്ട് വീട്ടിൽ പോകാം. വീട്ടിൽ ഇപ്പം പേയ്മെന്റ് ഓക്കെയാണ്. വലിയ അത് നമ്മൾ അഗൈൻ നെഗോഷിയേറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. വേറൊരു കാര്യം, പൈസ വേണ്ടി എല്ലാ കണ്ടന്റും ചെയ്യാറില്ല കേട്ടോ. ഇല്ല, ഒരുപാട് പ്രൊമോഷൻസ് വരാറുണ്ട്. ഇപ്പം തെറി പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. മുതലാളിമാർ, മാനേജർമാർ വിളിക്കാറുണ്ട്, നമ്മുടെ ഇത് ഫുഡ് ഒന്ന് കഴിച്ച് നോക്കുക, അല്ല നമ്മുടെ വീഡിയോ ഒന്ന് ചെയ്യും, ഇത്രയും പൈസ തരാം. പക്ഷെ നമ്മൾ കഴിച്ച് നോക്കി ഫുഡിന് ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ കോണ്ടന്റിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. ആൾക്കാർ നമ്മളെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ലൈക്ക് ഫുഡ് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഫേക്ക് ചെയ്ത് നമ്മൾ അടിപൊളിയാണെന്ന് പറയേണ്ടി വന്നിട്ടുണ്ടോ? എനിക്കിതുവരെ വന്നിട്ടില്ല. എനിക്ക് അങ്ങനത്തെ ഇത് ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ മിഡ് ജേർണി അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞത്, ദിൽഷാനെ പോലുള്ള ആൾക്കാർക്ക് ഞാൻ പഠിച്ചൊരു കാര്യം. അതായത് ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫുഡ് പ്രസൻറ്റ് ചെയ്യും. എല്ലാം പറയും ഇതെല്ലാം നമ്മുടെ സ്പെഷ്യലാണ്, നമ്മുടെ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഐറ്റം ആണെന്ന് എല്ലാവരും പറയുന്നൊരു സംഭവം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കഴിച്ചു പോകും. ഇപ്പോൾ എനിക്കൊരു 10 ഫുഡ് എൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ ഞാൻ അതിൽ 10ഉം ടേസ്റ്റ് ചെയ്യും. 10 ജസ്റ്റ് 1 ബൈറ്റ് 10ഉം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ചിലപ്പോൾ എനിക്ക് 5 ഇഷ്ടപ്പെടുള്ളൂ, 6 ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ ഞാൻ അത് മാത്രമേ വീഡിയോയിൽ കാണിക്കാറുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം മാത്രമേ വീഡിയോയിൽ കാണിക്കാറുള്ളൂ. ബാക്കിയുള്ള സാധനം ഞാൻ പറയും ബ്രോ ഇത് ഞാൻ വീഡിയോയിൽ കാണിക്കില്ല, കാരണം കൊള്ളത്തില്ല, ഒന്നുകിൽ നിങ്ങൾ ഷെഫിനെ മാറ്റണം, അങ്ങനത്തെ സാധനം. അപ്പം അതാണ് നമ്മുടെ ഒരു പോളിസി എന്ന് വെച്ചാൽ. അപ്പം അതിന് നമുക്ക് ഒരുപാട് ഇങ്ങനെ നെഗറ്റീവ്, ഇപ്പം ഞാൻ പറഞ്ഞ ടേസ്റ്റ് സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പം എനിക്ക് ഇവിടെ സ്പൈസി കഫേയിലെ സീബ്രീം ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് ഒരു സ്പോട്ടാണ് സ്പൈസി കഫേ. അവിടുത്തെ മന്തി റൈസ് എന്ന് വെച്ചാൽ യുവയിൽ ഒരു മന്തി കടയ്ക്കും ആ ഒരു ഇത് കിട്ടില്ല, സത്യം പറഞ്ഞു. തബക്കൽ ജാസി ഇവൻ എന്നെ പരിചയപ്പെടുത്തി. ക്രിക്കറ്റ് കളിക്കാൻ രാത്രി 2 മണിക്ക് പോയിട്ട് രാത്രി വന്നു വല്ല വിഷം വന്നപ്പോഴാണ് തബക്കൽ ജാസി എന്ന് പറഞ്ഞത്. ഹാൻഡ്സ് ഡൗൺ ദ ബെസ്റ്റ്. ഏറ്റവും ഇഷ്ടമുള്ള മന്തി എവിടെയാ? ദുബായ് മന്തി റൈസ് ആണെങ്കിൽ സ്പൈസി കഫേ, ഫിഷ് ആണെങ്കിൽ അതും സ്പൈസി കഫേ. എനിക്ക് തബക്കൽ ജാസി ഇഷ്ടമല്ല. എനിക്ക് അങ്ങനെയാണെങ്കിൽ അവൻ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ സ്പൈസി കഫേ പറയുള്ളൂ. കാരണം എന്തിനാണ് അവിടെ നിന്ന് ഇവിടെ വരെ വരുന്നത്? തബക്കൽ ജാസി വന്ന് എന്റെ ഡെയിലി കഴിക്കണമെന്ന് പറയുന്നത്. ഡെയിലി വന്നിട്ട് എടാ നമുക്ക് മന്തി കഴിച്ചാലോ, എന്താടാ സീ ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. പക്ഷെ ഞാൻ സ്പൈസി കഫേന്ന് എല്ലാ ഞായറാഴ്ച ദിവസം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് കഴിക്കും. നിങ്ങളിപ്പോ ഈ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് പോയ്സണിങ് അങ്ങനത്തെ സൈഡ് എഫക്ട്സ് എനിക്ക് ദുബായിൽ വരാറുണ്ട്. എന്തോ
ദുബായിൽ എനിക്ക് അങ്ങനെ സാധനം വന്നിട്ടില്ല സത്യം പറഞ്ഞാൽ ഇതുവരെ. ഇല്ല, ഇത് ഹാൻഡ്സ് ഡൗൺ ദുബായിൽ എനിക്ക് ഇങ്ങനെ പ്രശ്നം നമ്മള് ചില സമയത്ത് ടേസ്റ്റ് വേറെ വാരി വലിച്ചിരുന്ന് കഴിക്കും. ആ സമയത്ത് നമുക്ക് വരും, നമ്മൾ ടേസ്റ്റ് കാണും, പക്ഷെ അവരെന്താ യൂസ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റില്ല. അല്ല എനിക്ക് ഇതുവരെ അല്ല, നിങ്ങൾ പോയി കഴിച്ചിട്ട് അതായത് അത് കഴിഞ്ഞ് നിങ്ങൾ പോയി കഴിക്കുമ്പോൾ സൂപ്പർ ആയിരിക്കും, അത് കഴിഞ്ഞ് വേറെ ആരെങ്കിലും പോയി കഴിക്കുമ്പോൾ ചിലപ്പോൾ അത് നന്നായിരിക്കില്ല, അങ്ങനത്തെ സിറ്റുവേഷൻസ്. ഓഫ് കോഴ്സ് അത് ഓൾ ദ ടൈം എപ്പോഴും അങ്ങനെ. അതാ ഞാൻ പറഞ്ഞത്, ടേസ്റ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് കാര്യമാണ്. എനിക്ക് ഇന്ന് അത് ഇഷ്ടപ്പെട്ടു, നാളെ എനിക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. അല്ല, ആ റെസ്റ്റോറന്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയി പ്രിപ്പയർ ചെയ്തു അങ്ങനത്തെ സാധനം. അതിൽ വേറൊരു കാര്യം ഓഫ് കോഴ്സ് ഉണ്ടാവും, ഫോർ ഷുവർ ഉണ്ടാവും. കാരണം എല്ലാം അതിൽ വേറൊരു കാര്യം പറയട്ടെ. അത് മെയിൻ സംഭവം, ഇന്ന് വ്ളോഗ് ചെയ്തിട്ട് ഇന്നത്തെ ഫുഡ് അടിപൊളിയാണ് കഴിച്ച് നോക്കിയിട്ട് ഞാൻ വ്ളോഗ് ചെയ്തു. 4 മാസം കഴിയുമ്പോഴായിരിക്കും സാധനം വീണ്ടും അല്ലല്ല ഈ ഇൻസ്റ്റാഗ്രാമിൽ അൽഗോരിതം വെച്ചിട്ട് ഈ സാധനം വീണ്ടും ബൂസ്റ്റ് ആവും. വീഡിയോ ബൂസ്റ്റ് ആകുമ്പോഴത്തേക്ക് അവിടുത്തെ ഷെഫ് മാറിക്കാണും, ആൾക്കാർ പോയി കഴിക്കും. അത് മാത്രമല്ല അവിടുത്തെ ഓഫറും ഓഫറും കഴിഞ്ഞ് കാണും. ഫുഡ് നേരത്തെ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് ആയിരിക്കത്തില്ല യൂസ് ചെയ്ത്. ഷെഫ് മാറുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി ഷെഫിന്റെ ആ ഒരു സ്റ്റൈൽ മാറും. ഇങ്ങനെ 2-3 ഐറ്റം പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. വീഡിയോ ഇട്ടിട്ട് റീച്ച് ആയിട്ടില്ല, പിന്നീട് റീച്ച് ആയിട്ടുണ്ട്. ആ സമയത്ത് പണി കിട്ടും. ആൾക്കാർ വന്നിട്ട് തെറിയോട് തെറി. അപ്പൊ ഞാൻ അവരോട് എന്താ പറയും, ചേട്ടാ ഞാൻ 4-5 മാസം മുന്നേ ചെയ്ത വീഡിയോ ആണ്, നീ ആദ്യം തെറി പിന്നെ കോംപ്രമൈസ്. ആദ്യം തെറി നീ എന്തിനാടാ പിന്നെ വീഡിയോ ചെയ്യുന്നത്, നീ ആരാടാ? സത്യം പറഞ്ഞാൽ ഇവൻ ഫുഡിയാണ്, ഞാൻ അത്ര അടിപൊളി ഫുഡിയൊന്നും അല്ല. എനിക്ക് മെയിൻ ഫുഡ് കഴിക്കും, നല്ല പോളിയും കേട്ടോ നമ്മള് വിചാരിക്കുന്ന. പക്ഷെ എനിക്ക് അങ്ങനെ ഇപ്പോഴാണ് കേട്ടോ ഞാൻ എന്റെ വർക്കൗട്ടൊക്കെ കുറഞ്ഞത്. വീണ്ടും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാനൊരു ഞാൻ നോക്കണ്ട ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മളെ വിളിച്ചു തരുമ്പോഴത്തേക്ക് നല്ല പ്രോഡക്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ബണ്ണാണെങ്കിൽ ബർഗറിലെ ബണ്ണാണെങ്കിൽ നല്ല ബണ്ണായിരിക്കും നമുക്ക് തരുന്നത്. ഇവർക്ക് കൊടുക്കുന്നത് നമുക്ക് പറയാൻ പറ്റുമോ ഏത് ബണ്ണ യൂസ് ചെയ്യുന്നത്? അത് മാത്രമല്ല, ആൾക്കാർ വേറൊരു കാര്യം കൂടെ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആൾക്കാർ വരും പീരിയഡ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്ന ടൈമിൽ ആ കിച്ചൺ ബിസി ആവണം. കിച്ചൺ ബിസി ആണെങ്കിൽ ആ സ്റ്റാഫ് മെഷീൻ പോലെ പണിയെടുക്കുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാം ഇട്ടിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒരു 5-ൽ 1 പാളും. മനുഷ്യരല്ലേ? പക്ഷെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വരുന്നവർക്കും അറിയാം, പക്ഷെ അവർ മനസ്സിലാക്കത്തില്ല. ഇത് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഷാർജയിലെ ഫുഡ് കഴിക്കാൻ ചിലപ്പോൾ അലൈനിൽ നിന്ന് ആൾക്കാർ വരുന്നതായിരിക്കും. അത്രയും സമയം കളഞ്ഞ്. അപ്പം അത്രയും സമയം കളഞ്ഞ് ഇവിടെ വന്നിട്ട് വീണ്ടും 1 മണിക്കൂർ വെയിറ്റ് ചെയ്യും. അതെ, പൊളിയും. എനിക്കാണെങ്കിൽ ഇവനാണ് പൊളിയും. സമയം നമുക്ക് വിശന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റത്തില്ല. ആ സമയത്ത് തെറിവിളി കേൾക്കുന്ന ആരാണ്? നമ്മളാണ്. ഇൻബോക്സിൽ തുറന്നു നോക്കണം, ചില സമയം നല്ല തെറിയ പൂരം വിഷമം ഉണ്ടാവാറുണ്ടോ? ആദ്യ സമയത്ത് വിഷമം ഉണ്ടായിരുന്നു, പിന്നെ ശീലമായി പോയി. നല്ല എല്ലാം ചെക്ക് ചെയ്യാറുണ്ടോ? ഓൾമോസ്റ്റ് ചെക്ക് ചെയ്യാറുണ്ട്. ആണ് റിപ്ലൈ കൊടുക്കാറുണ്ടോ? എല്ലാം റിപ്ലൈ കൊടുക്കാറില്ല. തെറി ഇങ്ങനെ ചിലപ്പോ നമ്മുടെ മൂഡൊക്കെ ഓഫ് ആയിരിക്കില്ലേ, അപ്പൊ മൂഡുള്ള സമയത്ത് റിപ്ലൈ കൊടുക്കും, മൂഡിലുള്ള സമയത്ത് റിപ്ലൈ കൊടുക്കാറില്ല. ഞാൻ അങ്ങനെയാണ്. ചില മെസ്സേജിന്, കാരണം അൺവാണ്ടഡ് മെസ്സേജ് കാണും, അൺവാണ്ടഡ് മെസ്സേജ് റിപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ എന്തോ കൊടുക്കും. കൊറേ ബുദ്ധി ഇല്ലാതെ അയക്കും ചെയ്യും. അങ്ങനെ ബുദ്ധിയില്ലായ്മയുടെ ഒന്നും അല്ല, ചിലവർക്ക് ഇഷ്ടം കൂടി അയക്കും, പക്ഷെ അവർ അയക്കുന്ന ഒരുമാതിരി വല്ലാത്ത മെസ്സേജ് ആയിരിക്കും. വേറെ ഒരു പരിപാടി പിടിച്ചാലോ? ഒരു റാപ്പിഡ് ഫയർ റൗണ്ട് പോയാലോ? ഓക്കെ, വെടിവെപ്പാണോ? ഇവരെല്ലാം ഡബിൾ മീനിങ് ആണല്ലോ. എത്ര വയസ്സുണ്ടെന്നാ പറഞ്ഞത്? എത്ര വയസ്സുണ്ട്? ഒരു 28-30 തോന്നും. ഞാൻ എന്തായാലും തരാൻ വേണമെങ്കിൽ കുറച്ച് പറ. 23. ഈ പ്രായത്തില് ഞാനൊന്നും ഈ പ്രായത്തിൽ പോഡ്കാസ്റ്റ് ഇറങ്ങാൻ പറ്റിയ സമയം. സത്യം, ഞാൻ ഈ പ്രായത്തില് പോഡ്കാസ്റ്റ് എന്തുവാ, മൈക്ക് എന്തുവാ, പോഡ്കാസ്റ്റ് ഒന്നും ഇല്ല. അന്നില്ല. അന്നൊരു ശ്രീകണ്ഠൻ നേരുടെ നമ്മൾ തമ്മിലുണ്ടായിരുന്നു. ഏകദേശം നമ്മുടെ ഏജ് റിവീൽ ആവും കേട്ടോ, ഒന്നും പറയാം. ഞാൻ 2002 വന്നതാണെന്ന്. എനിക്കപ്പോ 1 വയസ്സേ ഉള്ളൂ. 1 വയസ്സിലുള്ളൂ. അപ്പൊ 2001 ഡേറ്റ് ഓഫ് ബർത്ത് 2001. എനിക്ക് 24 ആവാൻ പോവാ. നിങ്ങൾ 2K കിഡ്സ്. ഞാൻ കിഡാണ്, നീയോ? നമ്മള് ചർമ്മകണ്ട പ്രായം തോന്നിക്കില്ല, നമ്മളെ അമ്മമാരാ. അപ്പൊ റാപ്പിഡ് ഫയർ, ലാ പെർഫ്യൂം ഗലേറിയ അവതരിപ്പിക്കുന്ന റാപ്പിഡ് ഫയർ. ഓക്കെ, അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് ലാ പെർഫ്യൂമിന്റെ ഗിഫ്റ്റ് കാണും. ഹൂ ഗോസ് ഫസ്റ്റ്? അർജുൻ. കോഫി വിത്ത് കരണ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദുബായ് ഡിഷ് ദാറ്റ് നീഡ്സ് എ മല്ലു ട്വിസ്റ്റ്.
അതായത് ദുബായിലെ ഏതെങ്കിലും ഒരു ഡിഷ് മലയാളത്തിൽ ചോദിക്കട്ടെ, മലയാളം പോഡ്കാസ്റ്റ് അല്ലേ? അത് മോശമാണ് കേട്ടോ, അത് മോശമാണ്. നീ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. പറ്റില്ല. അതെന്താ? ഇത് അവളുടെ റൗണ്ട് കേട്ടോ, എനിക്കറിയില്ല, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഇവന് വേറെ റൗണ്ട് ഉണ്ട്. ഇനി അവന് റൗണ്ടും സർക്കിളും ഒന്നുമില്ല. ഓക്കെ, ഒരു ദുബായ് ഡിഷ് അല്ലെങ്കിൽ യു എയിലെ ഒരു ഡിഷ്, അതിനൊരു മല്ലു ട്വിസ്റ്റ് വേണ്ട ഒരു ഡിഷ്. മല്ലു ട്വിസ്റ്റ് വേണ്ടാന്നോ? എനിക്ക് മനസ്സിലായില്ല. മനസ്സിൽ തോന്നണത്, അതായത് ദുബായിലെ ഒരു ഡിഷ് അതിന് മല്ലു ട്വിസ്റ്റ് കൊടുത്താൽ നന്നായിരിക്കും എന്നുള്ള സാധനം നമുക്കൊരു അങ്ങോട്ട് ഡിസ്കസ് ചെയ്ത മത്തി മന്തി. വീട്ടില് വല്ലാത്തൊരു ഇവൻ പ്രിപ്പയർഡ്, ഇവൻ രാത്രി ഇരുന്ന് പ്രിപ്പയർഡ്. ഇന്നലെ ബിസിയാണ്, രാത്രി വിളിച്ചത്. ഇവൻ പ്രിപ്പയർഡാ. വീട്ടിലെ ഫേവറേറ്റ് ഫുഡ് വീട്ടിലുണ്ടാക്കണം. ചോറും കറി. എന്ത് ചോറ്? സോറി, എന്ത് കറി? അമ്മയുണ്ട്. ചോറും കറി. പിന്നെ ഇങ്ങനെ ഫേക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഫേക്ക് യമ്മി ഫേസ് എവിടെയെങ്കിലും കഴിക്കാൻ പോയിട്ട്? Yes, of course. അത്രയ്ക്കോ? അതെവിടെയാന്ന് പറഞ്ഞാല് അടുത്ത ഇന്റർവ്യൂ നമ്മൾ ഉണ്ടാവില്ല. ഓക്കെ, വെറൈറ്റി ഫുഡേ ഉണ്ടാവില്ല. യുഎയിൽ വേറെ സീനുണ്ട്, നമ്മൾ ഒന്നും നെഗറ്റീവ് പറഞ്ഞുകൂടാ. ഫുഡിന്റെ കാര്യത്തിലാണെങ്കിൽ പ്രൊമോഷൻ കാര്യത്തിൽ നമ്മൾ നെഗറ്റീവ് പറഞ്ഞുകൂടാ. നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോയിരിക്കും. നിന്റെ റാപ്പിഡ് ഫയർ നീ പറഞ്ഞത് എന്റെ റാപ്പിഡ് ഫയർ. ബിരിയാണി ബാൻ ചെയ്താൽ എന്ത് കഴിക്കും? വേറെ ബിരിയാണി ബാൻ ചെയ്താൽ മന്തി കഴിക്കും. അയ്യോ, അതെല്ലാം സിമ്പിൾ ആയിട്ട് ആൻസർ പറയണം. മന്തിയും മയോണൈസും. അടുത്ത ക്വസ്റ്റ്യൻ അതായിരുന്നു, മന്തി വിത്ത് മയോണൈസ് ഓർ വിത്തൗട്ട് മയോണൈസ്? ഓഫ് കോഴ്സ് വിത്ത് മയോണൈസ്. അതെന്താ അങ്ങനെ? അതായത് ഇവിടുത്തെ ആൾക്കാർക്ക് പറ്റൂലല്ലോ അത്. ഇവിടുത്തെ ആൾക്കാരല്ലേ നമുക്ക് അത് സത്യം ഇവിടെ കൊടുക്കാത്ത കാരണം യെസ് ഓർ നോ, അത് നമുക്ക് കണ്ടിട്ട് വേണം. പിന്നെ ഒരു ഫുഡ് ബ്ലോഗർ സർവൈവൽ കിറ്റ്. ഗുഡ് കോണ്ടന്റ്. അങ്ങനെ പറയരുത്, വേറെ സാധനങ്ങൾ പറ. ഓക്കെ, എന്തേലും പറ. പിന്നെ ഫുഡ് ബ്ലോഗിങ് ഓർ വേറെന്താ പണി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്, പക്ഷെ അത് ഡിജിറ്റൽ ആയിരുന്നു. അതെ. പിന്നെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലുള്ള 3 വൈറൽ ട്രെൻഡ്സ് യു ഹേറ്റ്. 3 പറയണമെന്നില്ല, 1 പറഞ്ഞാലും മതി. പിന്നെയുള്ള മറ്റേ വേറെന്താ വേറെ എനിക്ക് അറിയത്തില്ല. എന്താ വൈറൽ ഇപ്പൊ എന്താ വൈറൽ? ഇഷ്ടമാണോ? ലബൂബു. അതിന് നെഗറ്റീവ് എനർജി എന്നൊക്കെ കുറെ പേര് എനിക്ക് ഇന്നലെ എന്റെ ചേച്ചിയുടെ മകള് മേടിച്ചിട്ടുണ്ടായിരുന്നു പിങ്ക് കളറിലെ. അതിന്റെ കണ്ണിൽ ക്യാമറ ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതിപ്പോ നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കി അതിൽ നല്ലൊരു സ്റ്റോറി ഇറക്കി കൊടുത്താൽ സാധനം വരല്ലോ. പിന്നെ ഫാമിലിയിൽ ഇങ്ങനെ ഇഷ്യൂസ് വരാറുണ്ടോ? നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും പുറത്തുനിന്ന് വീട്ടിലുണ്ടാക്കി വെച്ചിട്ട് കഴിക്കുന്നില്ല? നെവർ. അത് കഴിഞ്ഞു, റാപ്പിഡ് ഫയർ കഴിഞ്ഞു. എന്റെ അമ്മ ഇതുപോലെ ഒരു ചെറിയൊരു വ്ളോഗിംഗ് പരിപാടിയാണ്. വ്ളോഗർ ഫാമിലിയാണ്. അയ്യോ അല്ലല്ല, അമ്മ ദുബായ് വാർത്തയില് പ്രസന്ററാണ്. എന്താ പേര്? ദീപ. അപ്പൊ വീട്ടിൽ നിന്ന് ഫുൾ സപ്പോർട്ടാ. വീട്ടിൽ നിന്ന് എന്ത് വിളിച്ചു? എന്റെ വീട്ടിൽ നിന്ന് ആദ്യം ഇതല്ലായിരുന്നു, കാരണം പെട്ടെന്ന് ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ഇതിനകത്ത് ഇറങ്ങിയപ്പം ആദ്യ സീനായിരുന്നു. അപ്പം പെട്ടെന്ന് ഈ വ്ളോഗിംഗ് വ്ളോഗിങ് സ്റ്റാർട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പപ്പയും അമ്മയും ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്തു കേട്ടോ. എന്റെ വ്ളോഗാണ് എടുത്തിട്ട് എടാ ഇന്നലെ ഞാൻ നിന്നെ സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു കേട്ടോ, സത്യം. പിന്നെ ഈ റീസെന്റ് പറയുക, എടാ നീ മുടി വളർത്തിക്കോ കേട്ടോ, പണ്ട് മുടി വളർത്തിയ വെട്ടുന്ന ആളാ, പച്ചട്ടികളെ. എടാ നീ കുറച്ചുകൂടെ മുടി വളർത്തണം, നിന്റെ കൂടെ ഒരു പുള്ളി ഉണ്ടല്ലോടാ, ഷസാമോ എന്തോ ഷിസാമോ, നീ അവന്റെ അത്ര മുടി വളർത്തി കൊള്ളാം. ഞാൻ പറഞ്ഞ ഡാഡി പണ്ടിങ്ങനെ പണ്ടത്തെ കാര്യം വിടറ, ഇപ്പം കൊള്ളാം. പിന്നെ ആൾക്കാരൊക്കെ ഒന്ന് പറയുന്നുണ്ട് മോനെ അവിടെ വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ രസമാണ് കേൾക്കാൻ നേരത്ത്. അവരൊക്കെ ഇവിടെ ഉണ്ടോ? അതോ ഇല്ല, നാട്ടില. ഞാൻ ഇടയ്ക്ക് മമ്മിയെ കൊണ്ടുവന്നായിരുന്നു, വിസിന് കൊണ്ടുവന്നായിരുന്നു. അപ്പൊ കഴിഞ്ഞ് സിമ്പിൾ. ഞാൻ കുറച്ച് ടഫാക്കണം വിചാരിച്ചു. ഓക്കെ, നോമാഡിയൻ. ഒരു വീക്ക് അവേ ഫ്രം ഇൻസ്റ്റഗ്രാം എടുക്കുകയാണെങ്കിൽ എവിടെ പോവും? ഞങ്ങൾ ഫിഫ കളിക്കും. കാർട്ടിംഗ് ഫിഫ കളിക്കും ഞങ്ങൾ. ഫിഫ അല്ലെങ്കിൽ ആദ്യം കാർട്ടിംഗ് പിന്നെ ഫിഫ. ഇത് രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും വിളിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെയാണ്. ഒരു ഇൻഗ്രീഡിയന്റ് ദാറ്റ് യു ടോട്ടലി ഹേറ്റ്. എന്തെങ്കിലും ഒരു. എനിക്ക് വസാബി ഇഷ്ടമല്ല. വസാബി. എന്താ വസാബി? വസാബി എന്ന് പറഞ്ഞാൽ അത് തന്നെ. അത് കിട്ടും തലയും പോകുകയും കണ്ണും പോകുകയും ചെവിയും പോകുകയും. അത് അറിയത്തില്ല വസാബി. മറ്റേ ഇത് പച്ച സാധനം. ഇത് ഒരു വസാബി എന്താണെന്ന് അറിയില്ല. നല്ല പേരല്ലേ കുട്ടിക്ക് അറിയില്ലല്ലോ. എനിക്കൊരു കമ്പനി ഉണ്ട് വിയർഡ് ഫുഡ് ട്രൈ ചെയ്യുന്ന ഒരു ഫ്രണ്ട്.
വിയർഡ് ഫുഡ് ട്രൈ ചെയ്യാനോ, അതായത് ഇങ്ങനെ ട്രൈ ചെയ്യാൻ. സൂരജ് മേനോൻ എന്ത് കിട്ടിയാലും കഴിക്കും. ഒരു സമയത്ത് 2 ലിറ്റർ പെപ്സിയൊക്കെ ഒരുമിച്ചിരുന്ന് കുടിക്കും. അതും പിന്നെ അതല്ലാതെ ഇപ്പം ചപ്പാത്തിയില് അവൻ ചെയ്യും അവൻ എന്ത് വേണം ചെയ്യും. ചപ്പാത്തിയിൽ പഞ്ചസാരോ അല്ല ചപ്പാത്തിയിൽ ഉപ്പിട്ടോടെ കഴിക്കും. അതൊക്കെ നല്ല കോമ്പിനേഷൻ കേട്ടോ. മറ്റേ ഈ ആലുവ മത്തിക്കറി അത് അവൻ കഴിക്കും. മത്തിക്കറി അവൻ കഴിക്കും ഉറപ്പാ. അവൻ കഴിക്കും. ഒരു കൊളാബ് ദാറ്റ് യു ആർ ഡൈയിങ് ടു മേക്ക്, അതായത് ഇത് കിട്ടിയാൽ ഞാൻ പൊളിക്കുന്നുള്ള സാധനം. മോഹൻലാൽ, ലാലേട്ടൻ. ലാലേട്ടന്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ലാലേട്ടൻ ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. ആദ്യം പറഞ്ഞു. ഒരു സാധനം ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കാണാൻ, കഴിക്കാൻ തോന്നുന്നു എന്നൊക്കെയുള്ള സാധനം, പക്ഷേ ടേസ്റ്റ് പോരാ. അങ്ങനത്തെ ഒരു സാധനം എന്തായിരിക്കും കഴിച്ചത്? എനിക്കൊക്കെ പറയുകയാണെങ്കിൽ ദൈവമേ ചൈന സൂഷി. നീ വേറെ സാധനം പറഞ്ഞു. പെരുമ്പാമ്പ് എനിക്ക് കഴിക്കാണ്ട കഴിയുന്നു. ആഗ്രഹമുണ്ട്. ഏതാ ഞാൻ പറയട്ടെ, നീ അവിടെ തായ്ലൻഡിൽ പോയപ്പം എനിക്ക് തേള് കഴിക്കാൻ ഒരു ആഗ്രഹം കാണും. തേള് അല്ലെങ്കിൽ ഈ പുഴു കാണാൻ നല്ല ഭംഗിയല്ലേ. പക്ഷെ ശരി സെറ്റ്. പിന്നെ ഈ കുഴി കൊണ്ടുപോയി ചാടിക്കണ ഫ്രണ്ട് ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴാവാം, അല്ലെങ്കിൽ മോസ്റ്റ്ലി കുഴി കൊണ്ട് പറയരുത് പ്ലീസ്. വേറെ ആരെങ്കിലും പറ. അധികം അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല ഇപ്പം. അങ്ങനെ പറയാം. പേരങ്ങോട്ട് പറഞ്ഞു. പ്രശ്നം ഉണ്ടാവണമല്ലോ, സന്തോഷം. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും എല്ലാം പറയണം കേട്ടോ. എന്നാ യാസറിന്റെ പേര് പറയാം. യാസർ AJP, ആറാട്ടണ്ണൻ, നാഗച്ചേച്ചി ഓർ രേണു ചേച്ചി. നിനക്കറിയൂല? നീ എന്താ അറിയാത്ത? രേണു ചേച്ചി ഇപ്പൊ ട്രെൻഡിങ്. AJP ആർക്ക് വേണം? പക്ഷെ നമ്മൾ AJP കാണിക്കും. അടിപൊളിയാ. AJP ആയിട്ടൊരു കൊളാബ് വേണം ചെയ്താലോ നമുക്ക്. എന്നെ വിളിക്കണ്ട. ശക്തിയാണ്, വളരെ ശക്തിയാണ്. ടോക്സിക് ഫുഡ് ഹാബിറ്റ്, അതായത് കെച്ചപ്പ്, മയണൈസ്, ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഉണ്ടാവില്ലേ, അതിനോടുള്ള ഒരു അഡിക്ഷൻ, അതിലേതായിരിക്കും? എനിക്ക് മയണൈസ് ഒക്കെ ഭയങ്കര അഡിക്ഷനാ. വൺസ് ഇങ്ങനെ വായിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അതുപോലെ കെച്ചപ്പ് ഇഷ്ടമല്ല കേട്ടോ, മയണൈസ് ഭയങ്കര ഇഷ്ടമാണ്. മയണൈസ് പിന്നല്ലാതെ ഈ പെപ്സി ഒക്കെ എത്ര കൊള്ളത്തിൽ എന്ന് പറഞ്ഞാലും ഞാൻ പെപ്സി കുടിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഷുഗർ ഭയങ്കര ക്രേവിങ്സ് ഉള്ള ആളാണ്. നിങ്ങൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും ബോഡിയൊക്കെ? എന്റെ ബോഡി അല്ല നമ്മള് ഞാൻ പറഞ്ഞല്ലേ, നമ്മള് എപ്പോഴും കഴിക്കുമ്പോ ഒരു ലിമിറ്റ് വെച്ച് കഴിച്ചാൽ മതി. അതിന് മറ്റേ 2 എക്സസൈസ് മമ്മൂട്ടി പറയുന്ന കണക്ക് മരുന്ന് കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിച്ചാൽ മതി. അതുപോലെ ഇവൻ മറ്റേ കേട്ടാ മരുന്ന് പഠിച്ചു വന്നു. ഇതുവരെ ഇത്രയും ചെയ്തതിൽ നല്ലായിരുന്നു. ഞങ്ങളുടെ നിങ്ങളുടെ പരിപാടി കൊള്ളായിരുന്നു, റാപ്പിഡ് ഫയർ കൊള്ളായിരുന്നു, ഗിഫ്റ്റ് ഉണ്ടായി. ഞങ്ങളുടെ റിവ്യൂ പറയൂ. ഓണസ്റ്റ് റിവ്യൂ ആയിരിക്കും. വേണമെങ്കിൽ നിങ്ങൾ വെച്ചോ അല്ലെങ്കിൽ കട്ട് ചെയ്തോ. ഉറപ്പായിട്ടും. ലാ പെർഫ്യൂം ഗലേറിയ ഇവർക്ക് 2 പെർഫ്യൂം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, here are 2 signature scents from La Parfume Galeria. 2 പെർഫ്യൂം ഉണ്ട് guys. Crafted for elegance, 25 years ആയിട്ട് UAE ലുള്ള ബ്രാൻഡാണ്. boldness and lasting impression. ഇതിന്റെ പേരെന്താ? ജേർണി ഓഫ് ഒപ്പുലന്റോ? നീ പൊട്ടിക്ക്. അടിപൊളിയാണെന്നാണ്. ഒപ്പുലൻ നല്ലതാണ്. 2 സെയിം പെർഫ്യൂം അല്ലേ? നീ പൊട്ടിക്ക്. ഏത് ലെവൽ പ്രൊമോഷനാ നോക്ക്. ഇവൻ പെർഫ്യൂമിന്റെ ആളാ. ആത്മാർത്ഥത. ഞാൻ പെർഫ്യൂമിന്റെ ആളാണ് കേട്ടോ. ഇതായിരുന്നു എന്റെ ഫസ്റ്റ് ജോബ്. ഇവിടെയാണ് ഞാൻ സോഷ്യൽ മീഡിയ മാനേജറായിട്ട് വർക്ക് ചെയ്തത്. പ്രൊമോഷൻ വേണ്ടട്ടാ. നല്ല പാക്കിംഗ് ഒക്കെ ആണല്ലോ. ഇതവിടെ ഉണ്ട്. ഞാൻ പോക്കിട്ട് നിനക്കല്ലേ പോക്കറ്റിൽ കാര്യങ്ങളൊക്കെ അറിയാം. നല്ല പാക്കിംഗ് കേട്ടോ. വാവ്, നോക്കി നീ എടുത്തോ. അത് നല്ലൊരു ഒരു ലക്ഷറി ടച്ച് ഉണ്ട് കേട്ടോ. നിങ്ങളും തുടങ്ങിയിട്ടുണ്ടല്ലോ പെർഫ്യൂമിന്റെ വീഡിയോ ഒക്കെ ചെയ്യല്. ഇവന്റെ മില്യൺസ് ആണ് പെർഫ്യൂമിന്റെ വീഡിയോസ് എല്ലാം. കമന്റ്സും നല്ല നല്ല പാക്കിംഗ് കണ്ടിരുന്നു. ഒരെണ്ണം അടിച്ചാൽ മതി, ഒരു സ്ഥലത്ത് അടിച്ചാൽ മതി, എല്ലായിടത്തും അടിച്ചു. പെർഫ്യൂം അടിക്കാതെ ചുമ്മാ അടിച്ച്. ഓപ്യുലന്റ് കൊള്ളാം കേട്ടോ. നല്ല പെർഫ്യൂം. നോട്ട്സ് ഒക്കെ ഒന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ. അപ്പോൾ ഈ റൗണ്ടില് നമുക്ക് വേണ്ടി ഇവരുടെ ഫ്രണ്ട്സിനെ വിളിക്കും. ആദ്യം സുബിനോളജി വിളിക്കാം. വീഡിയോ കോൾ ചെയ്യാം. വീഡിയോ കോൾ ഉണ്ട, നാളെ കോളി അറിയരുത്, നമ്മളിവിടെ ഇരിക്കുമെന്ന് അറിയരുത്.
ഹലോ, ഇല്ലില്ല കഴിഞ്ഞില്ല, അത് ക്യാൻസലായി. അലിജാതെ പോവാ. വേറൊരു സീനുണ്ട്. എനിക്കൊരു ഒരു 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 അടുത്താരിലുണ്ടോ? എനിക്കൊരു 2-3 ദിവസത്തേക്ക് ഒരു 15 രൂപ സെറ്റാക്കാൻ പറ്റുമോ? ഒരു ആവശ്യമുണ്ട്, അർജന്റാ. റോൾ ചെയ്യാൻ അർജന്റാണ്, വേറെ ആരും ചോദിക്കില്ല. എനിക്ക് അക്കൗണ്ട് നമ്പർ രേഷ്മയുടെ അയച്ചു തരാം, ഞാൻ അതൊന്ന് സെറ്റ് ചെയ്യാം. ഇന്ന് പറ്റുമോ? നടക്കുന്നുണ്ടോ? കാര്യമായിട്ട് ഷാർജയിലേക്ക് പൈസ കൊണ്ട് തരുവാണെങ്കിൽ വാ. അത് അർജന്റ് ഒരു പരിപാടി പറയാം, ഞാൻ പറയാം. ഒരു നമുക്കെല്ലാം കൂടെ ആവശ്യമുള്ള ഒരു പരിപാടിയാണ്. ഉറപ്പാണോ? ശരി, ഞാൻ ചുമ്മാ പറഞ്ഞ, ഞാൻ ഇവിടെ പോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ട് വിളിച്ചതാ, ലൈവായിട്ട് വിളിക്കാൻ പറഞ്ഞു. എന്നാലാ 15 ഇട്ടോ? 15 ഇട്ടോ? 15 ഇട്ടോ? ഞങ്ങളുടെ പോഡ്കാസ്റ്റിൽ വരുമോ? എടാ ഇവരുടെ പോഡ്കാസ്റ്റിൽ വരുമോന്ന്? ഞങ്ങളുടെ പോഡ്കാസ്റ്റിൽ ഒരു ദിവസം വരുമോ? നൊമാഡിയും പറയിപ്പിക്കും. ഷസാമിനെ കൂടെ വിളിച്ചിട്ട് നമുക്ക് പരിപാടി അങ്ങനെ അവസാനിപ്പിക്കാം. ബിസി പേഴ്സൺ നമ്മളെ പോലെ. കേൾവി എടുത്തു കഴിഞ്ഞാൽ തെറിയായിരിക്കും, എടുക്കത്തില്ല. ബിസി. അവരുടെ നാട്ടിൽ ഭയങ്കര ഫുൾ ഷസാം ചെയ്തത് കണ്ടോ? ഇതായിരിക്കും ഞങ്ങളുടെ തമ്മിൽ. ഷസാം കോൾ എടുത്തില്ല. ഷസാം കോൾ എടുത്തില്ല. ഷസാം ഇത്രയും തിരക്കുള്ള ആളാണോ? ഇന്നലെ ഇത്രയും ചാടയോ? ഇതെന്താ ന്യൂസോ? ഞാൻ ഫോൺ എടുക്കുന്നുള്ളതാ, അവിടെ കണ്ടന്റ് ഉള്ളൂ, അവനെടുത്ത കണ്ടന്റ് ഉള്ളൂ, അല്ലെങ്കിൽ ഇല്ല. നിങ്ങൾ ഒരു ദിവസം കൂടി വരുമോ പോഡ്കാസ്റ്റില്? നിങ്ങൾ എല്ലാരും ആയിട്ട് വരാമോ? ഷസാം ഫുൾ ടീമായിട്ട് വന്നാൽ പൊളിയായിരിക്കും. നമ്മളെ കഴിയാറായി, സമയം കഴിയാറായി, വാർത്തകൾ അവസാനിപ്പിക്കാം. നീ സംസാരിച്ച് നിർത്ത്. അപ്പോ ലാ പെർഫ്യൂം ഗലേറിയ അവതരിപ്പിച്ച ഇന്നത്തെ പെർഫ്യൂം ഗലേറിയക്ക് വേണ്ടി വിളിച്ചാണോ അത് അണ്ടർ അറസ്റ്റ് വേണ്ടി വിളിച്ച ഞങ്ങൾക്ക് ഇതുപോലെ വല്ലപ്പോഴും ഗലേറിയ അവതരിപ്പിച്ച ഇന്നത്തെ പോഡ്കാസ്റ്റ് ഭയങ്കര ഫണ്ണായിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പോയത് അറിഞ്ഞില്ല. ഇതല്ല നമ്മുടെ ഫൺ, ഇതല്ല നമ്മുടെ ഫുൾ ടീം ഉണ്ടെങ്കിൽ എന്റെ പൊന്നോ. അടുത്തന്നെ ഒന്ന് സെറ്റ് ചെയ്യ്. നിങ്ങൾ പറഞ്ഞാൽ മതി എപ്പോഴാണെന്ന്. ഞങ്ങൾ റെഡിയാണ്, നിങ്ങൾ റെഡിയാണ്. സത്യം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു, പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ഫൺ വേണമായിരുന്നു. ഫൺ വേണമായിരുന്നു. ഞങ്ങളുടെ ഫൺ ഇങ്ങനല്ല. ഒന്നുകൂടി സെറ്റ് ആയിട്ട് അത് നമ്മൾ ആദ്യമായിട്ടല്ല, ഇനി ഒന്നുകൂടെ വരുമ്പോഴത്തേക്ക് സെറ്റ് ആവും. കുറച്ചുകൂടി നിങ്ങൾ രണ്ടോ തന്നെ ഈ പരിപാടി? ഞങ്ങളൊക്കെ തന്നെ. ഒരാളുണ്ടായിരുന്നു നാട്ടിൽ പോയിരിക്കുക, പാർട്ണർ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കൊള്ളാം കേട്ടോ, നിങ്ങൾ എന്തായാലും സെറ്റോ. പേരെന്തായിരുന്നു? നല്ല പേരാട്ടോ. വൈശാലി അല്ല, അത് വേറെ. വൃഷാലി കൊള്ളാല്ലേ? രണ്ടുപേരും കൊള്ളാം. നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ടില്ല. അല്ല, ആൾക്ക് ഇഷ്ടപ്പെട്ടത്. ആളിന്ന് ഒരു ഫോളോ കിട്ടി നിനക്ക്. ആൾ ഫോളോ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ പരിപാടിയൊക്കെ? ഇനി വരില്ലേ? നമുക്ക് ജാടയില്ലാത്ത നമ്മള് ജാടയില്ലാത്ത ആൾക്കാരാണ്. പക്ഷെ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ നിങ്ങൾ വരാൻ കാണിച്ച മനസ്സ്, ആ വിശാല മനസ്സ്. ഇവള് പറഞ്ഞിട്ടാ ഇവനെ തന്നെ ഫോളോ ചെയ്തിരിക്കുന്നു. നീയാണോ ഇത്? ഓ, നിന്നെ ഞാൻ തപ്പി അടക്കുമായിരുന്നു. ഇവനാണത്. കണ്ടിട്ടുണ്ട് ഇവിടെ നല്ല പരിചയം. എടാ നിന്നെ കണ്ടാലേ തന്മാത്ര സിനിമയില് മോഹൻലാലിന്റെ മോന്റെ ലുക്ക്. തന്മാത്ര സിനിമ ആൾക്ക് എന്നും മെന്റലാവണതല്ലേ? പാർക്കിൻസൺസോ അൽഷിമേഴ്സോ പറഞ്ഞതല്ലേ? അല്ലേ? നോക്കിയേ, കഴിയാറായി കേട്ടോ. ഓക്കെ, അപ്പം നിർത്താൻ പറയുന്നു ഇവിടുന്ന്. അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞ ഈ വളരെ വിജയകരമായ ഫ്യൂച്ചറിൽ അടിപൊളിയാവുന്ന ഈ പോഡ്കാസ്റ്റിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ല് സ്കൂളിൽ മാത്രല്ല, മറ്റേ ഇവിടെ ബെല്ലടിച്ചവരെന്തായാലും തുറക്കും, ഉറപ്പാ. കൂടെ നൊമാഡിയനും വെറൈറ്റി ഫുഡിയും ഫോളോ ചെയ്യണം. ഞാൻ ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ ഒരു വീഡിയോയിൽ. ഫോളോ ചെയ്യാൻ ഫോളോ ചെയ്തോ ഓക്കെ, അപ്പൊ നമുക്ക് നിർത്താല്ലേ? താങ്ക് യു സോ മച്ച്.